We thank the Lord for His faithfulness, കർത്താവിന്റെ വിശ്വസ്തതയ്ക്കായിട്ട് ദൈവത്തെ for സ്തുതിക്കുന്നു. He has been speaking to us from His word. തന്റെ വചനത്തിൽ നിന്നും ദൈവം നമ്മോട് സംസാരിക്കുന്ന വിശ്വസ്തതയ്ക്കായിട്ട് He is speaking to His people. ദൈവം തന്റെ He is ജനത്തോട് speaking to His church. തന്റെ സഭയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. And He is conveying His mind unto us. ദൈവം തന്റെ മനസ്സിനെ നമ്മളെ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. There are several things God has laid upon my heart today. ഇന്ന് പല കാര്യങ്ങൾ ദൈവന്റെ ഹൃദയത്തിൽ വെച്ചിട്ടുണ്ട്. And I trust in the Lord that the Lord will help me to share some of them. അവയിൽ ചില കാര്യങ്ങളെ പങ്കുവയ്ക്കുവാൻ ദൈവം തീർച്ചയായും എന്നെ സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. You know, firstly I want to share we as God's people and as a body, God has called us to that purpose of God in Christ Jesus. ദൈവജനമായിട്ടും കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരമായ സഭയായിട്ടും ദൈവം നമ്മളെ തന്റെ ഉദ്ദേശത്തിന് വേണ്ടിയാണ് വിളിച്ചിരിക്കുന്നത്. Yes. We need to realize that we as a body of believers, we are saved and called according to His purpose. കർത്താവിന്റെ ഉദ്ദേശപ്രകാരമാണ് നാം വിളിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് സഭയായി കർത്താവിന്റെ ശരീരമായി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. You know, we are called to be a progressive people. ദൈവവചനത്തിൽ പുരോഗമിക്കുന്ന ഒരു ജനമായിരിക്കുവാനായിട്ട് ദൈവം വിളിച്ചിരിക്കുന്നത്. People who are pressing forward. ദൈവത്തിന്റെ ആ കാര്യങ്ങളിലേക്ക് ആഞ്ഞുകൊണ്ട് മുൻപോട്ട് പോകുന്ന ഒരു ജനമായിരിക്കേണ്ടത്. Pressing on to that destiny unto which God has saved us. ദൈവം എന്തിനായി നമ്മളെ രക്ഷിച്ചു ആ ലക്ഷ്യത്തിലേക്ക് ആഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്നവരായിരിക്കണം. You know, and that's what we as a body of believers believe in. കർത്താവിന്റെ ശരീരമായ സഭയായിട്ട് നാം അതാണ് വിശ്വസിക്കുന്നത്. You know, that's the calling of every disciple of the Lord Jesus Christ. കർത്താവായ യേശുക്രിസ്തുവിന്റെ ഓരോ ശിഷ്യന്റെയും മേലുള്ള വിളി അതാണ്. But many things are happening today ഇന്ന് പല കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. on one side, but this is very, very clear to us as a body of believers. ഒരു ഭാഗത്ത് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറുഭാഗത്ത് ഈ വിളിയെക്കുറിച്ച് നാം And ബോധവാന്മാരാണ്. because of this call and purpose of God ഈ വിളിയും ഉദ്ദേശവും കാരണം in our നമ്മുടെ lives, ജീവിതങ്ങളിൽ we are challenged. നമുക്ക് പലപ്പോഴും വെല്ലുവിളികളെ God sends നേരിടുന്നുണ്ട്. His word to challenge us. ദൈവവചനത്തെ കൊണ്ട് ദൈവം നമ്മൾ മുൻപിൽ വെല്ലുവിളി ഉയർത്താറുണ്ട്. God sends His word to cause us to progress. ദൈവത്തിന്റെ ഉദ്ദേശങ്ങളിൽ പുരോഗമിക്കുന്നതിനായിട്ട് ദൈവം തന്റെ വചനത്താൽ നമ്മെ വെല്ലുവിളിക്കുന്നു. His word always comes to us not in a negative way to condemn us, but God's word comes to us to show us the way and where we ought to be and where we ought to move on. ദൈവവചനം നരാത്മകമായിട്ടല്ല നമ്മുടെ അടുത്തിൽ വരുന്നത്. അത് ദൈവവചനത്തിൽ നാം മുൻപോട്ട് ദൈവ ഉദ്ദേശത്തിൽ നാം മുൻപോട്ട് പോകുന്നതിന് നമ്മെ ഉത്സാഹിപ്പിക്കുന്നതിനായിട്ടാണ്. Yes, but you know, God doesn't want us to be stagnant. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നാം ഒരിക്കലും ഒരു He സ്ഥാനത്ത് doesn't want His church to be settling down. തങ്ങി നിൽക്കണമെന്നും ആഗ്രഹിക്കുന്നില്ല. But God wants His church to climb the steps of Zion and come unto Zion. നാം സിയോനിലേക്ക് മേലോട്ട് ഏറി വരുന്നവരായി കാണണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അവിടെയാണ് നാം കാണുവാനായിട്ട് ദൈവം താല്പര്യപ്പെടുന്നത്. You know, many a time I see questions rising in the hearts of God's people. ദൈവജനങ്ങളുടെ ഹൃദയത്തിൽ പലപ്പോഴും ചോദ്യങ്ങൾ ഉയർന്നു വരുന്നതിനെ ഞാൻ കാണുന്നുണ്ട്. Yes. You know, why is that we should be like this and like that? നാം എന്തുകൊണ്ട് അങ്ങനെ ആയിരിക്കണം ഇങ്ങനെ ആയിരിക്കണം എന്നുള്ള ചോദ്യങ്ങൾ ഉയർന്നു വരാറുണ്ട്. You know, we have many questions many a time. ഇങ്ങനെയുള്ള പല ചോദ്യങ്ങൾ നമ്മിലുണ്ട്. And the reason that we have such questions is അങ്ങനെയുള്ള ചോദ്യങ്ങളുടെ കാരണം we relate ourselves with many other things going around. നമ്മുടെ ചുറ്റിലും സംഭവിക്കുന്ന പല കാര്യങ്ങളോടും നമ്മെ താരതമ്യം ചെയ്യുന്നതാണ്. And I was sharing something of this, you know, a part of this thought on Wednesday. ഇതേക്കുറിച്ച് ചില ചിന്തകൾ ഞാൻ ബുധനാഴ്ച പങ്കുവയ്ക്കുകയുണ്ടായി.
You know, when we look into our lives, നമ്മുടെ ജീവിതങ്ങളെ നാം കാണുമ്പോൾ, when I see the life of God's people, ദൈവജനങ്ങളുടെ ജീവിതങ്ങളെ ഞാൻ നോക്കുമ്പോൾ, you know, our lives are good. നമ്മുടെ ജീവിതങ്ങൾ വളരെ നല്ലതാണ്. I'm talking about bringing a good report about you. നിങ്ങളെക്കുറിച്ചൊരു നല്ല റിപ്പോർട്ടാണ് ഞാൻ Your lives are പറയുന്നത്. so good. നിങ്ങളുടെ ജീവിതം വളരെ നല്ലതാണ്. If you are placed in another church, വേറൊരു സഭയിലാണ് നിങ്ങളെങ്കിൽ you will score beyond 95. നിങ്ങൾക്ക് 95% മാർക്ക് കിട്ടും. Your number will be much beyond you expect. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിൽ അധികമായിരിക്കും നിങ്ങളുടെ മാർക്ക്. നിങ്ങളൊരു ആവറേജ് വിദ്യാർത്ഥി അല്ല, ഒരു വിശ്വാസി അല്ല. You will be scoring beyond 95. 95% മേൽ ആയിരിക്കും നിങ്ങളുടെ മാർക്ക്. In this എന്നാൽ fellowship, നിങ്ങൾ ഈ കൂട്ടായ്മയിലായിരിക്കുമ്പോൾ you are not even scoring the pass. ഇവിടെ വിജയശതമാനത്തിന് ലഭിക്കുന്നത് കഷ്ടമാണ്. അങ്ങനെയാണ് ഇവിടെ പലർക്കും തോന്നുന്നത്. You know, and that feeling is not right. ആ വിചാരം ശരിയല്ല. Now the thing is that, you know, we have been called into this higher call in Christ Jesus. കർത്താവിലുള്ള ഈ വലിയ വെളിയിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അത് നമുക്കറിയാമല്ലോ. You know, He always raises the height. അതുകൊണ്ട് ദൈവം എപ്പോഴും ആ വിളിയുടെ ഉയരം നമ്മുടെ മുമ്പിൽ വയ്ക്കാറുണ്ട്. That we may come to that height. ആ ഉയരത്തിലേക്ക് നാം വരുന്നതിനായിട്ട്. Yes. You know, for example, ഉദാഹരണമായിട്ട് the matter of worship. ആരാധനയുടെ കാര്യത്തിൽ, You know, if you take worship in many places, മറ്റുള്ള പല സ്ഥലങ്ങളും ആരാധനയെ നാം നോക്കുമ്പോൾ, you know, they have a way of worship. അവർക്കൊരു പ്രത്യേക രീതി ഉണ്ട് ആരാധിക്കുന്നതിന്. And if that way they do, they're happy. ആ രീതിയിൽ അവർ കാര്യങ്ങൾ ചെയ്താൽ അവർ സംതൃപ്തരാണ്. You know, whichever church background it may അത് be. ഏത് സഭാ പശ്ചാത്തലമായാലും, Some places all flashing light and jing pang, and that they are happy with. ചില സ്ഥലങ്ങളിൽ വളരെ Some places they have a choir and they have great things and everything is going on, smoke going on one side and flashing lights, and they're happy with it. വളരെ ലൈറ്റും അലങ്കാരവും നടത്തി വളരെ നിറപ്പകിട്ടോടെയൊക്കെയാണ് നടത്തുന്നത്. Whether they missed God or they met God. അവിടെയുള്ളവർക്ക് ആർക്കും അവരെ ദൈവത്തെ നഷ്ടമാക്കിയോ ദൈവത്തെ സന്ധിച്ചോ ഈ കാര്യത്തിലൊന്നും When they do ചിന്തയില്ല. certain things in a certain way, they all feel they have met God. ഒരു പ്രത്യേക രീതിയിൽ കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ അവരെല്ലാരും ചിന്തിക്കുന്ന ദൈവത്തെ അവർ സന്ധിച്ചു You know, എന്നാണ്. so we see things like that. I'm just giving one example of worship. ആരാധനയെക്കുറിച്ച് ഒരു ഉദാഹരണം മാത്രമാണ് ഞാൻ എടുത്തു പറഞ്ഞത്. But when it comes to God's people എന്നാൽ യഥാർത്ഥ ദൈവജനങ്ങളുടെ കാര്യം who വരുമ്പോൾ, are moving on to Zion, സിയോനിലേക്ക് മുന്നേറുന്ന ദൈവജനങ്ങളുടെ കാര്യം വരുമ്പോൾ, even their worship, അവരുടെ ആരാധന sometimes we feel പലപ്പോഴും നമുക്ക് തോന്നുന്നത് not really worshipped as we ought. നാം ആരാധിക്കുന്നത് പോലെ ആരാധിച്ചില്ല എന്ന തോന്നലാണ് You പലപ്പോഴും know, we ഉണ്ടാകാറുള്ളത്. didn't feel the manifest presence. ദൈവത്തിന്റെ പ്രത്യക്ഷ സാന്നിധ്യം അനുഭവിച്ചില്ല എന്ന് പലപ്പോഴും നമുക്ക് His തോന്നാറുണ്ട്. promised presence may be there, കർത്താവ് വാഗ്ദത്തം ചെയ്ത ആ സാന്നിധ്യം ഉണ്ടെങ്കിൽ തന്നെയും as we have heard many years ago. അനേക വർഷങ്ങൾക്ക് മുമ്പ് There is a promised presence. നാം കേട്ട ഒരു കാര്യം എന്താണെന്ന് There's വെച്ചാൽ, a manifest presence. ഒരു വാഗ്ദത്ത The സാന്നിധ്യമുണ്ട്, promised presence is പ്രത്യക്ഷ two or three സാന്നിധ്യമുണ്ട്. together, there am I in the midst. That's a promise. രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യം ഞാൻ ഇരിക്കുമെന്നത് The manifest ദൈവത്തിന്റെ presence is വാഗ്ദത്ത When the സാന്നിധ്യമാണ്. Lord manifests and reveals Himself in the midst of His എന്നാൽ people. ദൈവജനങ്ങളുടെ മധ്യത്തിൽ തന്നെ ദൈവം വെളിപ്പെടുത്തുമ്പോഴാണ് So, പ്രത്യക്ഷ സാന്നിധ്യം many നാം will be അനുഭവിക്കുന്നത്. happy with the promised presence. പലരും ഇന്ന് ആ വാഗ്ദത്ത Yes, and many are സാന്നിധ്യത്തിൽ happy when they have some സന്തുഷ്ടരാണ്. gifts of the Holy Spirit manifested. ചില ആത്മീയ വരങ്ങളൊക്കെ വെളിപ്പെട്ട് കഴിയുമ്പോൾ അവർ സംതൃപ്തരാണ്. But എന്നാൽ the people who move on to God's കർത്താവിന്റെ ഉന്നതമായ കാര്യങ്ങളിലേക്ക് they മുന്നേറുന്നവർ will never be satisfied anything lesser than Himself. കർത്താവിന്റെ പ്രത്യക്ഷ സാന്നിധ്യത്തിൽ മാത്രമേ അവർ You understand what സംതൃപ്തരാകുകയുള്ളൂ. I'm saying? That's why sometimes you feel, oh, our worship wasn't the way it should have. നമ്മുടെ It's true. നമ്മുടെ We have to accept നമ്മുടെ ആരാധന ദൈവം ആഗ്രഹിച്ചതുപോലെ ആയിരുന്നില്ല എന്ന് നമുക്ക് തോന്നുന്നതിന്റെ it. കാരണം അതാണ്. 90 plus. എന്നാൽ വേറെ എവിടെയെങ്കിലും ആയിരുന്നാൽ 90% കൂടെ നമുക്ക് മാർക്ക് കിട്ടുമായിരുന്നു. Do you understand what ഞാൻ I'm പറയുന്നത് saying? എന്താണെന്ന് മനസ്സിലാകുന്നുണ്ടോ? The saints, it is so easy to settle down in some kind of Christianity, some kind of Christian life. It's so easy. ഒരു പ്രത്യേക രീതിയിൽ അല്ലെങ്കിൽ ഒരു
ക്രിസ്ത്യ ജീവിതത്തിൽ ഒരു പ്രത്യേക സ്ഥാനത്ത് നിന്നിവിടുന്ന വളരെ So, എളുപ്പമാണ്. saints of God, പ്രിയവിശുദ്ധന്മാരെ, God wants us to press and press and press on. ദൈവം നാം ദൈവത്തിന്റെ ഉദ്ദേശത്തിൽ മുന്നേറണമെന്ന് He ആഗ്രഹിക്കുന്നു. raises this standard. അതുകൊണ്ട് ദൈവം എപ്പോഴും തന്റെ ആ He raises സ്റ്റാൻഡേർഡിനെ us ഉയർത്താറുണ്ട്. ദൈവം അതിനെ until we reach that height, which is Christ himself. ആ ക്രിസ്തുവിന്റെ ഉയരത്തിലേക്ക് നാം വരുന്നത് വരെ ദൈവം ആ തന്റെ ആ സ്റ്റാൻഡേർഡിനെ It's not a ഉയർത്തിക്കൊണ്ടേയിരിക്കും. matter of that we are very poor spiritually, ആത്മീയമായി നാം വളരെ but it's the matter that we are pressing on to the fullness and to the ശോഷിച്ചവരാണെന്നല്ല എന്റെ അർത്ഥം. എന്നാല് ആ കർത്താവിന്റെ ആത്മീയ ഔന്നത്യത്തിലേക്ക് നാം and മുന്നേറേണ്ടതുണ്ട്. that's why അതുകൊണ്ടാണ് we need to be ever sensitive to God. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കർത്താവിനോട് നാം എപ്പോഴും സംവേദനശീലതയുള്ളവരായിരിക്കണം. അനേകർ സന്തുഷ്ടരായിരിക്കുമ്പോൾ Because of their worship, the way they do, they're അവർ ആരാധിക്കുന്ന ആരാധനയിൽ അവർ gathering സന്തുഷ്ടരാണ്. they do in a particular way, they're അവർ ഒരു പ്രത്യേക രീതിയിൽ ആരാധിക്കുമ്പോൾ അതിൽ അവർ They hear a സന്തുഷ്ടരാണ്. message from God's word, they're encouraged. ദൈവവചനത്തിൽ നിന്ന് ഒരു പ്രസംഗം കേൾക്കുമ്പോൾ അവർ സന്തുഷ്ടരാണ്, They're happy അനുഗ്രഹീതരാണ്. about it. അവർ അതിൽ സന്തുഷ്ടരാണ്. God's people who are moving on in God's എന്നാൽ ദൈവിക ഉദ്ദേശത്തിൽ മുന്നേറുന്ന ദൈവജനം they always are kept in a place where they are to press and press and press on. അവർ മുൻപോട്ട് മുന്നേറേണ്ടതുണ്ട്, അവർ മുൻപോട്ട് പോകേണ്ടതുണ്ട്. So I want to encourage you, my brothers and sisters. എന്റെ പ്രിയ സഹോദര സഹോദരന്മാരെ ഞാൻ പ്രോത്സാഹിപ്പിക്കുവാൻ If you ആഗ്രഹിക്കുന്നത്, go out of this place, നിങ്ങൾ ഈ സ്ഥലം വിട്ട് ഒരിടത്ത് well, പോയാൽ you will be nothing less than a worship leader. നിങ്ങൾ ഒരു ആരാധന നയിക്കുന്ന ആൾ തന്നെയായി മാറും. You want to take up a job? അങ്ങനെയുള്ള ഒരു If you സ്ഥാനം നിങ്ങൾ go to എടുക്കുവാൻ another ആഗ്രഹിക്കുന്നെങ്കിൽ place, you will be nothing less than a preacher. വേറൊരു സ്ഥലത്ത് നിങ്ങൾ പോയാൽ നിങ്ങൾ ഒരു പ്രാസംഗികൻ തന്നെയായിരിക്കും. Maybe you will put even to shame those who have been in Bible college for 5 years. ബൈബിൾ കോളേജിൽ 5 വർഷം പഠിച്ചിട്ട് വന്നവരെക്കാൾ നന്നായി നിങ്ങൾ പ്രസംഗിച്ചേക്കാം. It's not a matter of, that we are something, but what we are called to be, called unto, നമ്മുടെ ജീവിതത്തിൽ where we are to press on. ഏതോ ഒന്നാകുന്ന കാര്യമല്ല, എന്നാൽ ദൈവം നമ്മെ വിളിച്ച ആ നിലവാരത്തിലേക്ക് നാം കടന്നു വരുന്ന കാര്യമാണ്. We are to ever press forward and onward in Christ. കർത്താവായ യേശു ക്രിസ്തുവിൽ നാം മുൻപോട്ടും അതുപോലെ മേലോട്ടും It's so easy to be മുന്നേറേണ്ടതുണ്ട്. settling down and stagnant in our spiritual life. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഒരിക്കലും നാം തങ്ങി നിൽക്കുവാൻ ഇടയാകരുത്. Yes. Oh, we should never, ever be, in a place of settling നാം down. ഒരിക്കലും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ തങ്ങി നിൽക്കുന്ന ഒരു സ്ഥാനത്തായി തീരരുത്. Oh, may God help ദൈവം us. നമ്മളെ സഹായിക്കുമാറാകട്ടെ. Now, that's the first thing I felt the Lord is laying on my heart to share with us. A real word of encouragement. Are you encouraged? പ്രഥമമായിട്ട് ആ കാര്യമാണ് ദൈവം എന്റെ ഹൃദയത്തിൽ Come on, tell me, friend. വെച്ചത്. May God help us. ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. Isn't it a glad thing to hear that your score is 95 plus? നമ്മുടെ That you are above average? മാർക്കിന്റെ ശതമാനം 95-ൽ ഉപരിയാണെന്ന് സന്തോഷകരമായ കാര്യമല്ലേ? Pressing on in God. കർത്താവിന്റെ വലിയ ദയയിൽ നാം ദൈവിക ഉദ്ദേശങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഓസിയ പ്രവചനം 12-ാം The book of Hosea and chapter 10. 10-ാം അധ്യായം 12-ാം വാക്യം. And verse 12. Sow to yourselves in righteousness, reap in mercy, break up your fallow ground, for it is time to seek the Lord till he come and rain righteousness upon you. Yes. നീതിയിൽ വിതപ്പീൻ, ദയക്കൊത്തവണ്ണം കൊയ്യുവീൻ, നിങ്ങളുടെ തരിശുനിലം മുഴുവീൻ. യഹോവ വന്ന് നിങ്ങളുടെ മേൽ നീതി വർഷിപ്പിക്കേണ്ടത് അവനെ അന്വേഷിപ്പാനുള്ള കാലമാകുന്നുവല്ലോ. Another translation. വേറൊരു പരിഭാഷയിൽ നിന്ന് വായിക്കുവാൻ താല്പര്യപ്പെടുന്നു. NLT-യിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. I said, plant the good seeds of righteousness, and you will harvest a crop of love. Plow up the hard ground of your hearts. For now is the time to seek the Lord.
that he may come and shower righteousness upon you. It says here, plow up the hard ground of your hearts. നിങ്ങളുടെ ഹൃദയത്തിന്റെ കഠിനമായ സ്ഥലങ്ങളെ ഉഴുവിൻ. For now is the time to seek the Lord. ഇത് കർത്താവിനെ അന്വേഷിക്കേണ്ട സമയമാണ്. That he may come and shower righteousness upon you. താൻ വന്ന് നമ്മുടെ മേൽ നീതിയെ വർഷിപ്പിക്കുവോളം. I would like to read one more translation. വേറൊരു പരിഭാഷയിൽ നിന്നും വായിക്കുവാൻ താല്പര്യപ്പെടുന്നു. The Amplified this time. ആംപ്ലിഫൈഡിൽ നിന്ന് വായിക്കുന്നു. Sow for yourselves according to righteousness and right standing with God. Reap according to mercy and loving kindness. The important word is break up your uncultivated ground. തരിശു നിലത്തെ Break ഉഴുവിൻ. up your uncultivated തരിശു ground. നിലത്തെ ഉഴുവിൻ. For it is time to seek the Lord, ഇത് കർത്താവിനെ to അന്വേഷിക്കേണ്ട inquire കാലമാകുന്നു. for and of him, കർത്താവിന്റെ മുഖത്തെ തേടേണ്ട സമയമാണിത്. and to require his favor, കർത്താവിന്റെ ദയ അന്വേഷിക്കേണ്ട സമയമാണിത്. till he comes and teaches you righteousness and rains his righteous gift of salvation upon you. കർത്താവ് വന്ന് നീതിയെ പഠിപ്പിച്ച് തന്റെ നീതിയുടെ in this scripture മഴയെ നിങ്ങളുടെ മേൽ something- പെയ്യിപ്പിക്കുവോളം. The Lord laid upon my heart, and the Lord ministered to my own self. ഈ കാര്യങ്ങളാണ് ദൈവം എന്റെ ഹൃദയത്തോടെ സംസാരിച്ചത്, എന്നോട് ഇടപെട്ടത്. Which the Lord laid on my heart to share with us today morning. ഈ രാവിലെ സമയം നിങ്ങളോട് പങ്കുവയ്ക്കാൻ ഈ കാര്യമാണ് ദൈവം എന്റെ ഹൃദയത്തിൽ വെച്ചത്. It says here, break up your fallow ground. നിങ്ങളുടെ ജീവിതത്തിലുള്ള തരിശു നിലത്തെ ഉഴുവിൻ. Yes. The fallow ground means the unused ground. തരിശു നിലം എന്ന് പറയുമ്പോൾ As it says in Amplified, ഉപയോഗപ്പെടുത്താത്ത uncultivated. നിലത്തെയാണ് അത് കാണിക്കുന്നത്. Yes. The unproduced. ഉൽപാദനമില്ലാത്ത തരിശു നിലം. The undaunted, untouched. സ്പർശിക്കാത്ത ഉഴാത്ത നിലം. The fallow ground is self-righteous. തരിശു നിലം സുയനീതിയെ കാണിക്കുന്നതാണ്. Is self-satisfied. അത് സുയസംതൃപ്തിയെ കാണിക്കുന്നതാണ്. It is arrogant, it's hard, as other translations say. മറ്റു പരിഭാഷയിൽ പറയുന്നത് പോലെ അത് അഹന്തയെ കുറിക്കുന്നതാണ്. That ground is protected അത് വന്നിട്ട് from ഉഴാതെ any kind of shock. യാതൊരു വിധത്തിലും അതിൽ സ്പർശിക്കാതെ അത് കാത്തു സൂക്ഷിക്കപ്പെടുന്ന ഒരു സ്ഥലമാണ്. That ground is protected from the shock of the plow. ഉഴുന്ന കലപ്പ കടന്നു വരാതെ തന്നെ സൂക്ഷിക്കുന്ന ഒരു സ്ഥലമാണത്. From the plow coming in and breaking it up. ആ കലപ്പ കടന്നു വന്ന് ഉഴുന്നതിൽ നിന്നും തന്നെ Somehow പരിരക്ഷിക്കുന്ന ഒരു സ്ഥലമാണത്. not allowed. The plow is not allowed. കലപ്പ വന്ന് ഉഴുവാൻ അനുവദിക്കാത്ത സ്ഥലമാണത്. Yes. No agitation or stirring of the harrow. Harrow means that implement or a tool that is being run over the field. കലപ്പയും കട്ടതല്ലിയും ഉപയോഗിക്കുവാൻ അനുവദിക്കപ്പെടാത്ത സ്ഥലം. Yes. Now, so we see that neither the plow nor the harrow has ever moved on this field. കലപ്പയും കട്ടതല്ലിയും ഈ നിലത്തിൽ കടന്നു വന്നിട്ടില്ല, അനുവദിക്കപ്പെട്ടിട്ടില്ല. Many a time പലപ്പോഴും we are not able to receive the word ദൈവവചനം നമുക്ക് സ്വീകരിക്കാൻ കഴിയാത്തതിന്റെ കാരണം because our lives are like we do not want that seed to fall into the ground. We are not allowing the Lord to plow the land. നമ്മുടെ ജീവിതം ഉഴാത്ത തരിശു നിലം പോലെയാണ്. അതുകൊണ്ട് ആ വചനമാകുന്ന വിത്തിന്
മണ്ണിനുള്ളിലേക്ക് കടക്കുവാൻ കഴിയുന്നില്ല, ഹൃദയത്തിനുള്ളിലേക്ക് കടക്കുവാൻ കഴിയുന്നില്ല. Yes, now many a time പലപ്പോഴും we protect this field or this ground of our life. നമ്മുടെ ജീവിതത്തിന്റെ നിലം അല്ലെങ്കിൽ We do ഹൃദയത്തിന്റെ ഈ not നിലത്തെ want നാം God to do anything with this life. ദൈവം പ്രവർത്തിക്കുവാൻ We are അനുവദിക്കാതെ so protective. ആ കാര്യത്തെ നാം കാക്കുകയാണ്. But in a life where God is working, ദൈവം പ്രവർത്തിക്കുന്ന ജീവിതം, God ഹൃദയം, puts in circumstances, ദൈവം സാഹചര്യങ്ങളെ കൊണ്ടുവന്ന്, situations, അതുപോലെ He പരിതസ്ഥിതികളെ uses കൊണ്ടുവന്ന് the plow ദൈവം on തന്റെ that ground, കലപ്പയെ കൊണ്ടുവന്ന് ഉഴുവാനായിട്ട് ആ നിലത്തിൽ and ഉപയോഗിക്കുന്നു. also the harrow. അതുപോലെ കട്ടതല്ലിയെയും ദൈവം കൊണ്ടുവരുന്നു. When that is അത് used, ഉപയോഗിക്കപ്പെടുമ്പോൾ then the seed is able to go down. അപ്പോൾ മാത്രമേ ആ വിത്തിന് മണ്ണിനുള്ളിലേക്ക് പോകുവാൻ കഴിയുകയുള്ളൂ. Remember one ഒരു thing. കാര്യം ഓർക്കണം, The husbandman, our Lord, നമ്മുടെ കൃഷിക്കാരനായ He കർത്താവ് always uses the plow and the harrow. കർത്താവ് എപ്പോഴും ആ കലപ്പയും കട്ടതല്ലിയും And ഉപയോഗിക്കുന്നവനാണ്. that's the way the seed of the word can really go in. അപ്പോൾ മാത്രമേ വചനത്തിന്റെ ആ വിത്ത് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു പോവുകയുള്ളൂ. But many a time പലപ്പോഴും we harden our നമ്മുടെ ഹൃദയത്തെ നാം കഠിനമാക്കാറുണ്ട്. as we read in the book of Hebrews, നാം എബ്രായ ലേഖനത്തിൽ വായിക്കുന്നത് പോലെ, harden not your നിങ്ങളുടെ heart. ഹൃദയത്തെ കഠിനമാക്കരുത്. God allowed circumstances in the life of Israel, ഇസ്രായേലിന്റെ ജീവിതത്തിൽ ദൈവം അനുവദിച്ച സാഹചര്യങ്ങൾ to have their hearts plowed so that the word can go തങ്ങളുടെ into their ഹൃദയം hearts. ഉഴുന്നതിനായിട്ടും വചനം ഉള്ളിലേക്ക് കടക്കുന്നതിനുമായിട്ടായിരുന്നു. But their hearts were hard. എന്നാൽ അവർ തങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കി. They turned against the living അവർ God. ജീവനുള്ള ദൈവത്തിനെതിരായിട്ട് നിന്നു. I want to encourage us. Some of us are really missing God's word getting into our being because we are hardening. We are not allowing the plow and the harrow to do its work. നമ്മൾ ചിലർ ദൈവവചനം നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുവാൻ അനുവദിക്കാതെ നമ്മുടെ ഹൃദയങ്ങളെ കഠിനമാക്കുന്നു. അതിന്റെ കാരണം ദൈവത്തിന്റെ ആ കലപ്പയും കട്ടതലയും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നാം അനുവദിക്കുന്നില്ല എന്നതാണ്. നാം നമ്മുടെ ജീവിതത്തിൽ I നിന്നും see that there are കാത്തു several of സൂക്ഷിക്കും. us, we have no problems നമ്മുടെ ചിലരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ല. because we avoid any problem. പ്രശ്നങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നാം We are ഒഴിവാക്കണം. living in a protected area. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ We do സുരക്ഷിതമായി not വയ്ക്കണം. allow anything to come in. നമ്മുടെ ജീവിതത്തിൽ ഒന്നും കടന്നു വരുവാൻ നാം അനുവദിക്കുകയില്ല. Yes. Yes. But remember one thing. ഒരു കാര്യം ഓർക്കണം, When the Lord really loves ദൈവം us, നമ്മളെ സ്നേഹിക്കുമ്പോൾ He wants to bring His plow and harrow into our തന്റെ life. കലപ്പയും കട്ടതല്ലിയും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുവാൻ താൻ ആഗ്രഹിക്കും. And it is to plow the അത് ground നമ്മുടെ ഹൃദയത്തെ ഉഴുന്നതിനായിട്ടാണ്, so that the seed can go in. ആ വചനത്തിന്റെ വിത്ത് ഉള്ളിലേക്ക് So let's കടക്കുന്നതിനായിട്ട്. see our own lives in these ആകയാൽ days. നമ്മുടെ ജീവിതങ്ങളെ നമുക്കൊന്ന് വിചിന്തനം ചെയ്ത് നോക്കാം. Is it that we have a Christian life, we are happy about it, everything is going on so well, and we are happy with the Lord, and there is nothing where we would, everything is going on so well. And remember, then the word comes, the word has no way to penetrate into our നമ്മുടെ ജീവിതത്തില് നമ്മൾ സന്തുഷ്ടരും അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അതേ നാം സ്വീകരിക്കുവാൻ മടിക്കുന്നു, അത് നമ്മുടെ ഹൃദയത്തിലേക്ക് കടക്കുന്നില്ല. So remember ഒരു one കാര്യം thing, ഓർക്കണം, but that ground ആ നിലം which is not allowing the plow or the harrow to come, കലപ്പയും കട്ടതല്ലിയും കടന്നു വരുവാൻ അനുവദിക്കാത്ത നിലം, remember, it's paying a terrible price for its tranquility. അതിന്റെ മടി കാരണം ഒരു വലിയ വിലയാണ് അത് നൽകിക്കൊണ്ടിരിക്കുന്നത്. It is in its tranquility, അതിന്റെ മടി in a കാരണം false peace, ആ ഒരു തെറ്റായ in a false realm, തെറ്റായ സമാധാന it's മനോഭാവം, paying a terrible price. അതുകൊണ്ട് അവർ ഒരു വലിയ വിലയാണ് കൊടുക്കുന്നത്. Because as long as the ground is not plowed and the harrow is not preparing that ground,
the miracle of growth cannot be experienced. നിലത്തിൽ കലപ്പ ഉഴുന്നതിന് കട്ടതല്ലി ഉപയോഗപ്പെടുത്താൻ അനുവദിക്കുന്നില്ലെങ്കിൽ വളർച്ച എന്ന ആ അനുഗ്രഹത്തെ അവർക്ക് അനുഭവിക്കുവാൻ കഴിയുകയില്ല. The miracle of growth. ആ വളർച്ച എന്ന അത്ഭുതത്തെ അവർക്ക് അനുഭവിക്കുവാൻ കഴിയുകയില്ല. The growth. വളർച്ച. Yes. Do not see the miracle of life. അല്ലെങ്കിൽ ജീവന്റെ അത്ഭുതത്തെ അവർക്ക് അനുഭവിക്കുവാൻ കഴിയുകയില്ല. Yes. It doesn't see motions of life. ജീവന്റെ മുന്നേറ്റത്തെ അവർക്ക് അനുഭവിക്കുവാൻ കഴിയുകയില്ല. You don't see the wonder of the seed bursting into life. ആ വിത്ത് ജീവനായി മാറുന്ന അത്ഭുതത്തെ അവർക്ക് അനുഭവിക്കുവാൻ കഴിയുകയില്ല. That ground can never see it. അങ്ങനെയുള്ള ഒരു അത്ഭുതം ഈ നിലത്തിന് ഒരിക്കലും കാണുവാൻ കഴിയുകയില്ല. Do you understand what I'm trying to say to us? ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? Allegorically. Now understand this. ഞാൻ ഉദാഹരണമായി പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടോ? That ground is missing all this. തരിശ് നിലം ഇതിനെല്ലാം നഷ്ടമാക്കുകയാണ്. There is no sprouting out of new life. പുതിയ ജീവൻ അവരിൽ വളർന്നു വരുന്നില്ല. And finally there is no beauty of a real reaping in that ആ തരിശ് നിലത്തിൽ ഒരിക്കലും ഒരു കൊയ്ത്തിന്റെ മനോഹാരിത കാണുവാൻ കഴിയില്ല. The beauty of a harvest is totally missing in that life. ആ ജീവിതത്തിൽ കൊയ്ത്തിന്റെ ആ സന്തോഷകരമായ അനുഭവം നഷ്ടമായി കൊണ്ടിരിക്കുകയാണ്. Amen. How important, saints of God, they feel. ആകയാൽ വിശുദ്ധന്മാരെ ഇത് എത്ര പ്രാധാന്യം അറിയിക്കുന്ന കാര്യമാണ്. Our lives be plowed and harrowed by the Lord. നമ്മുടെ ജീവിതങ്ങൾ, നമ്മുടെ ഹൃദയം ആ കലപ്പയും കട്ടതലയും വെച്ച് ഒഴുകുകയും നിറപ്പാക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. Yes. How important it is. അതെത്ര പ്രാധാന്യം അർഹിക്കുന്നതാണ്. That our lives be open for that shaking, for the shocks. ആ കലപ്പ കടന്നു വരുന്നതിന്, ആ കലപ്പ ഉഴുന്നതിന് നാം അനുവദിക്കേണ്ടത്, അതുപോലെ ആ തറ ഉടയ്ക്കപ്പെടുന്നത് അനുവദിക്കേണ്ടത്ര ആവശ്യമാണ്. അത് പ്രയാസകരമാണെങ്കിൽ തന്നെയും അതെത്ര പ്രാധാന്യം അർഹിക്കുന്നതാണ്. See, a field that is totally protected from all these. ഈ കാര്യങ്ങളിലെല്ലാം തന്നെ പരിരക്ഷിക്കുന്ന ഒരു നിലം. Open up for the plowman to bring in the plow. കലപ്പ ഉഴുവാൻ അനുവദിക്കാത്ത തരിശ് നിലം. That ground will never know the joy of springing forth of life. ജീവന്റെ വളർച്ചയെ ആ തരിശു നിലത്തിന് അനുഭവിക്കുവാനേ കഴിയുകയില്ല. Yes. Will never know what it is to bear fruit. ഫലം കൊടുക്കുന്നത് അനുഭവിക്കുവാൻ ആ തരിശു നിലത്തിന് കഴിയുകയില്ല. All because എന്തുകൊണ്ടെന്നാൽ is fearful of the plow. ആ കലപ്പയും കട്ടതലയും കടന്നു വരുന്നതിനെ അവർ ഭയപ്പെടുന്നു എന്നതാണ് അതിന്റെ കാരണം. ദൈവവിശുദ്ധന്മാരെ, ദൈവമുമ്പാകെ നമ്മുടെ ജീവിതങ്ങളെ നാം തുറന്നു കൊടുക്കുന്നുണ്ടോ? വിത്തായ ദൈവവചനം നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കേണ്ടതുണ്ട്. Intellectual and religious knowledge of the word is not going to help. ദൈവവചനത്തിന്റെ ബുദ്ധിപരമായ മതപരമായ ഒരു ഗ്രാഹ്യം കൊണ്ട് പ്രയോജനം ഉണ്ടാകുകയില്ല. In contrast to a hard ground like that, എന്നാൽ ആ തരിശ് നിലത്തിന് when we look at a cultivated field, ഇതിനോട് താരതമ്യപ്പെടുത്തി കൃഷി ചെയ്യുന്ന ഒരു സ്ഥലത്തെ നാം കാണുമ്പോൾ we can see that it yields itself. അത് വന്നിട്ട് തന്നെ തന്നെ ഫലം കൊടുക്കുന്ന ഒരു സ്ഥലമാണ്. അത് ജീവന്റെ ആ അഡ്വഞ്ചറിലേക്ക് കടന്നു പോകുന്നതാണ്. Because it was willing for the fence to be open, the gates to എന്തുകൊണ്ടെന്നാൽ വേലിയൊക്കെ അങ്ങോട്ട് നീക്കിയിട്ട് തരിശു നിലത്തിൽ ഉഴുന്നതിന് അനുവദിച്ചുകൊണ്ട് the plowman to come in. ആ
ആ ഉഴുന്ന ആള് കടന്നു വരാൻ and allows അനുവദിക്കുന്നുണ്ട്. the plowman to do what he wants to ആ do. ഉഴുന്ന ആള് താൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ And ചെയ്യുന്നതിന് ഏൽപ്പിച്ചു remember, കൊടുക്കുന്നുണ്ട്. the plow is so practical. ഈ കലപ്പ വന്നിട്ട് വളരെ പ്രായോഗികമായ It's ഒന്നാണ്. so cruel. അത് വന്നിട്ട് വളരെ ക്രൂരമായ ഒന്നാണ്. It digs into even the hard place. അത് കഠിനമായ സ്ഥാനത്തൂടെ കടന്നു ചെല്ലുന്ന ഒരു The peace is കലപ്പയാണ്. shattered. അവിടെയുള്ള എല്ലാ കാര്യങ്ങളും ഉടയ്ക്കപ്പെടും. The rattling noise of the harrow. അതുപോലെ തന്നെ ആ കട്ടതല്ലിയുടെ ശബ്ദം, And the plowman, the farmer shouting out in high voice all the time. കൃഷിക്കാരൻ എപ്പോഴും ശബ്ദമുയർത്തി, Especially the voice on Sunday is very high. പ്രത്യേകിച്ച് ഞായറാഴ്ചയുള്ള സൗണ്ട് വളരെ ഉച്ചത്തിലാണ്. Nobody smiled about it. All right. Thank you. So the plowman is shouting. ആ കൃഷിക്കാരൻ The ശബ്ദമുയർത്തി, harrow is rattling on the ground. ആ കട്ടതല്ലിയും കലപ്പയും അത് എല്ലാം ഉഴുത് But നിരപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. something is happening in the ground. എന്നാൽ നിലത്തിൽ ഇതൊന്ന് The ground സംഭവിക്കുന്നുണ്ട്. feels the change. ആ നിലത്തിൽ ഒരു മാറ്റം വരുന്നുണ്ട്. The travail of change is visible on the ground. ആ ഒരു മാറ്റത്തിന്റെ It is upset. It turned over. ആ മാറ്റത്തിന്റെ ഒരു ഞരക്കം അവിടെ ഉണ്ട്. അതുപോലെ തന്നെ ആ വേദനാജനകമായ അനുഭവമുണ്ട്. The husbandman says the reward is near. എന്നാൽ കൃഷിക്കാരൻ പറയുന്നതിന് ഫലമുണ്ട്, ഫലം അടുത്തുണ്ട്. Then comes in the seed അതിനുശേഷം വിത്ത് by വിതയ്ക്കപ്പെടുന്നു. the hand of the husband. ആ കൃഷിക്കാരൻ വിത്ത് വിതയ്ക്കുന്നു. And the seed goes in. ആ വിത്ത് ഉള്ളിലേക്ക് കടന്നു ചെല്ലുന്നു. And then comes in the water. അതുക്കപ്പുറം പരിശുദ്ധാത്മാവിന്റെ ജലം അതിലേക്ക് കടന്നു വരും. Begins to shoot up. പെട്ടെന്ന് തന്നെ ആ വിത്ത് മുളയ്ക്കുവാൻ തുടങ്ങും. The daylight, the miracle of God attracts that seed to come forth into the light. ആ സൂര്യപ്രകാശം വന്നിട്ട് അത് വളർന്നു വരുവാനായിട്ട് ഇടയാക്കുന്നു. And what we are able to see is when you literally look into a field like that. അങ്ങനെയുള്ള ഒരു നിലത്തേക്ക് നാം നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് All over the principle of life is at work. അവിടെ ജീവന്റെ ആ പ്രമാണം പ്രാവർത്തികമാകുന്ന നമുക്ക് The കാണുവാൻ കഴിയും. principle of life is at work. ജീവന്റെ ആ പ്രമാണം പ്രാവർത്തികമാകുന്ന നമുക്ക് കാണുവാൻ New കഴിയും. things are born പുതിയ കാര്യങ്ങൾ and begin to grow ജനിപ്പിക്കപ്പെടുന്നു, വളരുന്നു, and mature അത് and consummate. അത് ഫലവത്തായി തീരുന്നു, കൊയ്ത്തിൽ അവസാനിക്കുന്നു. That which is the principle latent in the seed begins to show forth and come into maturity. ആ വിത്തിലുള്ള ജീവന്റെ പ്രമാണം പ്രായോഗികമായി വളർന്ന ഫലവത്താകുന്നു. Saints of God, what I mean by this example, ഈ ഉദാഹരണത്തിലുള്ള ഞാൻ പറയുന്ന how താല്പര്യപ്പെടുന്നത് important it is for us to yield our lives to the Lord. കർത്താവിന് നമ്മുടെ ജീവിതങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് അത്ര അനിവാര്യമാണ് എന്നതാണ്. Yes. Unless the seed goes in, we will not be able to have the joy of a life coming forth. ഈ വിത്ത് നമ്മുടെ ഉള്ളിലേക്ക് kടന്നു പോകാൻ നാം അനുവദിക്കുന്നില്ലെങ്കിൽ ജീവൻ വളരുന്ന ആ ആനന്ദത്തെ നമുക്ക് അനുഭവിക്കാൻ കഴിയുകയില്ല. Latent in the seed is visible when the time comes. വിത്തിലുള്ള ആ ജീവന്റെ ശക്തി Yes. അങ്ങനെയുള്ള കാര്യങ്ങൾ അനുവദിക്കുമ്പോൾ മാത്രമേ വെളിപ്പെടുകയുള്ളൂ. But for that principle latent in the spirit can only come when the seed can go into the ground. ആ നിലത്തിനുള്ളിലേക്ക് ഉഴുന്ന നിലത്തിനുള്ളിലേക്ക് വിത്ത് കടന്നു ചെല്ലുമ്പോൾ മാത്രമേ ആ Yes. വിത്തിലുള്ള ജീവന്റെ പ്രമാണത്തിന്റെ ശക്തി വെളിയെ വരികയുള്ളൂ. The nature tells us, therefore, അതുകൊണ്ട് പ്രകൃതി നമ്മെ പഠിപ്പിക്കുന്നത്, as the prophet of God says, ഇവിടെ പ്രവാചകൻ പറയുന്നത് പോലെ, break up your fallow ground, തരിശു നിലത്തെ ഉഴുവിൻ, for it is time to seek the Lord till he come. കർത്താവ് വരുന്നവരെ അന്വേഷിക്കേണ്ട സമയമാണിത്, നീതിയെ നിങ്ങളുടെ മേൽ വർഷിക്കുവോളം. I want to encourage all of us. അതുകൊണ്ട് നിങ്ങളെ ഞാൻ പ്രോത്സാഹിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്, will we submit our lives to be cultivated, to be a cultivated ground by the hand of the husbandman, the Lord ഈ Jesus? കൃഷിക്കാരനായ കർത്താവായ യേശുക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിൽ ഉഴുവാനും
to be ആ a കട്ടതല്ലി ഉപയോഗിക്കുവാനും നിങ്ങൾ അനുവദിക്കുമോ? ആ കൃഷി ചെയ്യുന്ന പ്രക്രിയ അനുവദിക്കുമോ? God can work. ദൈവം പ്രവർത്തിക്കുന്ന ആ സ്ഥാനത്ത് നിങ്ങളായിരിക്കുമോ? Or we close ourselves. അതോ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ അടച്ചു വയ്ക്കുമോ? We would not allow him to do anything. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ അനുവദിക്കാൻ നിങ്ങളുടെ ജീവിതത്തെ അടച്ചു വയ്ക്കുമോ? The word comes, വചനം വരുന്നു, it falls on a dry, എന്നാൽ ആ വചനം വീഴുന്നത് തരിശു നിലത്തിലാണ്. it has no effect. അതുകൊണ്ട് അതിന് യാതൊരു That's what the Lord ശക്തിയുമില്ല. said. Harden not. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത്. Remove the fence. നമ്മള് ഈ We need വേലിയൊക്കെ to remove നീക്കണം. that strong gate there. അവിടെയുള്ള ആ ഗേറ്റിനൊക്കെ നമ്മൾ തുറക്കണം. Self-righteous, ആ സ്വയനീതിയെ, self-satisfied, സ്വയസംതൃപ്തിയെ, contented. സംതൃപ്തിയെ എല്ലാം നാം These ഉപേക്ഷിക്കണം. kind of conditions would not allow the word to go into the ground. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വചനം ഉള്ളിലേക്ക് കടക്കുവാൻ നമ്മെ അനുവദിക്കുകയില്ല. May God help us. Will we submit ourselves to be a cultivated ground? കൃഷിക്കാരന് പ്രവർത്തിക്കുവാനും കൃഷി ചെയ്യുവാനും അനുവദിക്കുന്ന ഒരു നിലമായി നമുക്ക് മാറും. കർത്താവിന് നമ്മെ തന്നെ സമർപ്പിച്ച് കർത്താവിനോട് നാം പറയുമോ, Do the hard work of the farmer. കർത്താവ് ഒരു കൃഷിക്കാരന്റെ ആ കഷ്ടമായ പ്രവൃത്തി എന്റെ ജീവിതത്തിൽ അങ്ങ് ചെയ്യണമെന്ന് നിങ്ങൾ Bring പ്രാർത്ഥിക്കുമോ? in your plow and the harrow into കർത്താവെ അങ്ങയുടെ കലപ്പയും കട്ടതലിയും എന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമോ? നിങ്ങളുടെ ജീവിതങ്ങളെ കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കുമോ? എന്റെ ജീവിതത്തെ ഉഴണം കർത്താവെ, എന്റെ ജീവിതത്തെ കട്ടതല്ലി നിറപ്പാക്കണം കർത്താവ് എന്ന് കർത്താവിനോട് പറയുമോ? Let every portion of my life be touched by your plow and harrow. കർത്താവെ എന്റെ ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളും ആ കലപ്പയിനാലും കട്ടതല്ലിനാലും Saints സ്പർശിക്കപ്പെടണമേ. of God, that is what God is looking for in our life. അതാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത്. In these end ഈ times, അന്ത്യനാളുകളിൽ as we are living നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ന നാളുകളിൽ and called according to His ദൈവത്തിന്റെ ഉദ്ദേശപ്രകാരം വിളിക്കപ്പെട്ട നാം, there is a great work that God wants to do in all of us. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ദൈവം ചെയ്യേണ്ട ഒരു വലിയ പ്രവൃത്തി ഉണ്ട്. Not in just one or two of us. നമ്മൾ ഒന്ന് രണ്ട് പേരിൽ മാത്രമല്ല. That is God's desire. അതാണ് ദൈവത്തിന്റെ ആഗ്രഹം. So as I said right at the ഞാൻ beginning, ആരംഭത്തിൽ we are പറഞ്ഞതുപോലെ not to look at the life of മറ്റുള്ളവരുടെ ജീവിതങ്ങളോട് നമ്മെ താരതമ്യം ചെയ്യരുത്. we are to look into our own. നമ്മുടെ ജീവിതങ്ങളിലേക്കാണ് നാം നോക്കേണ്ടത്. And He is raising up that standard all the time. കർത്താവ് എപ്പോഴും ആ നിലവാരത്തെ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. We must open up our lives there. ആകയാൽ ദൈവത്തിന് വേണ്ടി നമ്മുടെ ജീവിതങ്ങളെ നാം തുറന്നു കൊടുക്കണം. Those fences have to be നമ്മുടെ removed. ജീവിതത്തിലുള്ള വേലികളെയൊക്കെ നാം നീക്കണം. Those gates have to be opened. നമ്മുടെ ജീവിതത്തിലുള്ള ആ ഗേറ്റൊക്കെ നാം തുറന്നു കൊടുക്കണം. And happily invite the plowman, the husbandman, the farmer to come in. ആ കാർഷികനായ ആ കാർഷികന്റെ മുഖം കടന്നു വരുന്നതിനായിട്ട് നാം അനുവദിക്കണം. Every life that would be so open and submitted. ആ കർഷകന്റെ പ്രവർത്തിക്ക് തങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുന്ന Will ജീവിതങ്ങൾ, rejoice as life begin to sprout out. ജീവൻ വളരുന്നത് കണ്ട് ആനന്ദിക്കും. I want to tell you, every word that God is sowing in our lives in these days will have a result. ഈ ദിവസങ്ങൾ ദൈവം വിതയ്ക്കുന്ന ആ വിത്തായ വചനത്തിന് തീർച്ചയായിട്ടും ഒരു പരിണിത ഫലമുണ്ട്. The principle latent in the seed, വിത്തിലുള്ള ജീവന്റെ പ്രമാണം, dormant in the seed, വിത്തിലുള്ള ആ ജീവന്റെ പ്രമാണം, മറഞ്ഞിരിക്കുന്ന ആ പ്രമാണം, that is to grow. അത് വെളിപ്പെട്ട് വളരണം. Amen. That is to grow. അത് വെളിപ്പെട്ട് വളരണം. It is to mature. അത് വളർന്ന് It is to പക്വമാകണം. come into consummation. അത് കൊയ്ത്തിൽ പര്യവസാനിക്കണം. And saints of God, വിശുദ്ധന്മാരെ, God's word has the power. ദൈവവചനത്തിന് ശക്തിയുണ്ട്. That seed has life there. ആ വിത്തിൽ So may God ജീവനുണ്ട്. help us. ദൈവം നമ്മെ And let's move on to സഹായിക്കുമാറാകട്ടെ. what God has been speaking to us with these thoughts in our hearts this morning. Let's open our hearts, yield our lives to the Lord. ഈ ചിന്തകളോടെ ദൈവത്തിന് നമ്മുടെ ജീവിതങ്ങളെ തുറന്നു കൊടുത്ത് നമുക്ക് ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് മുൻപോട്ട് പോകാം. What is right in His own. ആ കാർഷികനായ നമ്മുടെ ജീവിതങ്ങളെ And may God help us. ഉഴുന്നവനായ കർത്താവ് തുറന്ന് നമ്മുടെ ജീവിതത്തിൽ Now, as we have been പ്രവർത്തിക്കുമാറാകട്ടെ. hearing from the life of Noah, നോഹയുടെ ജീവിതത്തിൽ നാം കേട്ടുകൊണ്ട് ഇരുന്നത് പോലെ
We know very well, as we have heard for some weeks now, ചില ആഴ്ചകളായിട്ട് ഈ കാര്യങ്ങൾ നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. that Noah embodies a dispensational principle, or a principle for us in this time. നോഹയുടെ ജീവിതം അത് ഒരു യുഗത്തിന്റെ പ്രമാണത്തെ ഉൾക്കൊള്ളുന്നതാണ്. Yes. He was a man who lived in a particular period. ഒരു പ്രത്യേക സമയത്ത് ജീവിച്ച വ്യക്തിയായിരുന്നു താൻ. And his life has something to speak to us who live in these end times. ആ കാലഘട്ടം നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്തെ കുറിക്കുന്നതാണ്. Therefore I say it embodies a dispensational principle. അതുകൊണ്ട് അതൊരു യുഗത്തിന്റെ പ്രമാണത്തെ ഉൾക്കൊള്ളുന്നതാണ്. That is why the Lord Jesus used this particular term. അതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തു ഈ രീതിയിൽ As it പറഞ്ഞത്. was in the days of നോഹയുടെ കാലത്ത് എന്നതുപോലെ. Yes. So we see the Lord, Noah was brought over into the New Testament നോഹയെ ദൈവം പുതിയ നിയമത്തിലേക്ക് കൊണ്ടുവരുന്നു. with his dispensational factor. തന്റെ യുഗത്തിന്റെ കാര്യങ്ങളോട് അനുബന്ധിച്ച് As a factor in those ആ times സമയത്തോട് അനുബന്ധിച്ച് and a factor in these times, അതുപോലെ ഈ സമയത്തോട് ബന്ധപ്പെടുത്തി representing things in these end ഈ times. അന്ത്യകാലത്തിലുള്ള കാര്യങ്ങളെ പ്രതിനിധീകരിക്കുന്നതായിട്ട്. Yes, so as I shared and we heard all these weeks, it's not a matter of some history of കഴിഞ്ഞ Noah. ആഴ്ചകളിലെല്ലാം ഇതേക്കുറിച്ചാണ് നാം കേട്ടത്. നാം കേട്ടത് നോഹയുടെ ചരിത്രത്തെ കുറിച്ചല്ല. It's not a matter of something happened in those times. നോഹയുടെ കാലത്ത് സംഭവിച്ച ചില കാര്യങ്ങളല്ല നാം പ്രതിപാദിക്കുന്നത്. And admire a man's faith ഒരു മനുഷ്യന്റെ വിശ്വാസത്തെ മാത്രം നാം and be encouraged about it. നാം പുകഴ്ത്തി പറയുകയല്ല ചെയ്ത് അതിനാൽ നാം പ്രോത്സാഹിതരാകുകയുമല്ല Noah embodies ഇതിന്റെ a dispensational principle. എന്നാൽ നോഹയുടെ ജീവിതം ഒരു യുഗത്തിന്റെ പ്രമാണത്തെ ഉൾക്കൊള്ളുന്നതായിരുന്നു. Which is applicable to a people now and here. ഇപ്പോൾ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജനങ്ങൾക്ക് പ്രായോഗികമായതാണ് ആ പ്രമാണം. And one thing that the Lord helped me to see afresh was, വീണ്ടും കർത്താവ് എനിക്ക് വ്യക്തമായി കാണുവാൻ Noah സഹായിച്ച കാര്യം, goes safely through the tribulation. നോഹ വന്നിട്ട് തന്റെ ജീവിതത്തില് ആ ഉപദ്രവ കാലത്തിലൂടെ കടന്നുപോയി. Now that's a wonderful picture. അത് വളരെ മനോഹരമായ ഒരു ചിത്രം തന്നെയാണ്. Noah safely goes through the time of tribulation and സുരക്ഷിതമായിട്ട് the judgments of God. സുരക്ഷിതമായിട്ട് ആ ഉപദ്രവ കാലത്തിലൂടെയും ദൈവിക ന്യായവിധിയിലൂടെയും കടന്നുപോയി. He goes into judgment, ആ ന്യായവിധിയിലൂടെ താൻ കടന്നുപോയി. but is preserved from those എന്നാൽ ആ judgments. ന്യായവിധിയിൽ നിന്നും താൻ He goes through the പരിരക്ഷിക്കപ്പെട്ടു. tribulation, താൻ ആ ഉപദ്രവത്തിലൂടെ കടന്നുപോയി. but he is preserved from the എന്നാൽ tribulation. ആ ഉപദ്രവത്തിൽ നിന്നും താൻ What സൂക്ഷിക്കപ്പെട്ടു. a beautiful picture of the church. ഇത് സഭയുടെ ഒരു മനോഹരമായ ചിത്രമാണ്. Many are talking about the church will not be here at the time of tribulation. മഹോദ്രവ കാലത്ത് സഭയുടെ ഉണ്ടായിരിക്കുകയില്ല എന്നാണ് അനേകർ പഠിപ്പിക്കുന്നത്. But we need to believe, എന്നാൽ ഒരു കാര്യം നാം വിശ്വസിക്കണം. as God's word very clearly ദൈവവചനം teaches us, വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നത് പോലെ the church will be here on this earth at the time of tribulation. മഹോദ്രവ കാലത്ത് സഭ ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കും. But she is not here for എന്നാൽ tribulation. അവൾ ഇവിടെ ആയിരിക്കുന്ന മഹോദ്രവത്തിനായിട്ടല്ല. Now he finds it difficult. അത് മനസ്സിലാക്കുന്നത് വളരെ പ്രയാസമാണ്. She is not here for tribulation. അവൾ To go. സഭയുടെ ആയിരിക്കുന്നത് മഹോദ്രവത്തിനായിട്ടല്ല. Yes. She is here at the time of tribulation. മഹോദ്രവ കാലത്ത് സഭ ഇവിടെ She is ഉണ്ടായിരിക്കും. not for the tribulation. എന്നാൽ സഭ മഹോപദ്രവത്തിനായിട്ടല്ല ഇവിടെ But she ആയിരിക്കുന്നത്. will be kept safe through the എന്നാൽ ആ tribulation. മഹോദരവ കാലത്ത് സഭ കർത്താവിനാൽ സൂക്ഷിക്കപ്പെടും. Yes, she will be here at the time of God's judgment. കർത്താവിന്റെ ന്യായവിധിയുടെ സമയത്ത് സഭ ഇവിടെ ഉണ്ടായിരിക്കും. But she will be preserved by God in those times. എന്നാൽ ആ ന്യായവിധിയുടെ സമയത്ത് കർത്താവ് സഭയെ സുരക്ഷിതമായി സൂക്ഷിക്കും. Now,
That's why we need to understand many things. അതുകൊണ്ട് നാം പല കാര്യങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട് പരിശുദ്ധാത്മാവിനാൽ. So Noah embodies a dispensational principle. ആകയാൽ നോഹ തന്റെ ജീവിതം വന്നിട്ട് ഒരു യുഗത്തിന്റെ പ്രമാണത്തെ ഉൾക്കൊള്ളുന്നതാണ്. When Noah entered into the ark, നോഹ പെട്ടകത്തിലേക്ക് കടന്നപ്പോൾ, when he stepped into the ark, പെട്ടകത്തിലേക്ക് താൻ കടന്നപ്പോൾ, it is a clear picture അതൊരു വ്യക്തമായ ചിത്രമായിരുന്നു of him being completely separated from the corrupt world. ഈ ദുഷ്ടലോകത്തിൽ തന്നെ പൂർണ്ണമായും Remember that Noah was already separated. വേർതിരിക്കുന്ന ഒരു കാര്യമായിരുന്നു. അവൻ ലോകത്തിൽ നിന്ന് വേർപെട്ടവനായിരുന്നു അതിന് മുമ്പ് തന്നെ. But you are not of അവൻ ഈ ലോകത്തിലായിരുന്നതിൽ നിന്നും ലോകത്തിൽ നിന്നും വേർപെട്ടവനായിരുന്നു. അതായിരുന്നു ഒരു സമയത്തെ അവസ്ഥ. എന്നാൽ നോഹ പെട്ടകത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ we see that a complete separation from the sinful corrupt world which is being judged by God. പാപം നിറഞ്ഞ ദുഷ്ടതയുള്ള ഈ ലോകത്തിൽ നിന്ന് പൂർണ്ണമായും താൻ വേർപെടുത്തപ്പെട്ടു. പ്രിയവിശ്വന്മാരെ, How important അതെത്ര പ്രാധാന്യം അറിയിക്കുന്നതാണ്. ഈ പ്രമാണത്താൽ നാം ജീവിക്കേണ്ടത് എത്ര ആവശ്യമായ കാര്യമാണ്. നാം ഈ ലോകത്തിലാണെങ്കിൽ ഈ ലോകത്തിനുള്ളവരല്ല. ഞാൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലാകുന്നുണ്ടോ? നിങ്ങളിൽ ചിലർ തലകുലിക്കുന്നുണ്ട്. അത് കണ്ട് ഞാനും ഉത്സാഹിതനാണ്. എന്നാൽ അങ്ങനെ നാം ജീവിക്കേണ്ടതുണ്ട്. നാം എങ്ങനെയാണ് അങ്ങനെ ജീവിക്കുന്നത്? ആ പെട്ടകത്തിലേക്ക് കടക്കുന്നതിലൂടെയാണ് ആ ജീവിതം നാം ജീവിക്കുന്നത്. ഈ ലോകത്തിൽ നിന്ന് പൂർണ്ണമായ ഒരു വേർപാട്, ഈ പാപം നിറഞ്ഞ ദുഷ്ടലോകത്തിൽ നിന്ന് പൂർണ്ണമായും വേർപെടുന്ന ഒരു ജീവിതം. Now, do you think that is all imagination? ഇത് വെറും സങ്കല്പമാണെന്നാണോ കരുതുന്നത്? എന്നാൽ ഞാൻ നിങ്ങളോട് പറയുവാൻ താല്പര്യപ്പെടുന്നു, ഇതൊരു സങ്കല്പമല്ല. ഇത് ദൈവവചനത്തിന്റെ വാസ്തവവും സത്യവുമാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് വീണ്ടും പറയുന്നത്, നോഹ വന്നിട്ട് ഒരു യുഗത്തിന്റെ പ്രമാണത്തെ ഉൾക്കൊള്ളുന്നുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് നോഹയുടെ കാലത്തെന്നതുപോലെ. May God help ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. How many of us really, sometimes I feel like taking one-on-one with all of നമ്മൾ എത്ര പേര് മനസ്സിലാക്കണമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ നിങ്ങളോട് not to fight, തനിച്ച് സംസാരിക്കുവാൻ പലപ്പോഴും ആഗ്രഹിക്കാറുണ്ട്. to know what exactly you are understanding. ഓരോരുത്തരോടും തനിച്ചത് സംസാരിക്കുവാൻ നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കുന്നത് അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ I am afraid you will tell me another story of Noah. നിങ്ങൾ എന്നോട് നോഹയുടെ വേറൊരു കഥ പറയില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. to know what exactly you are understanding. നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത്? What you are receiving from the Lord. കർത്താവിൽ നിന്ന് എന്താണ് നിങ്ങൾ പ്രാപിക്കുന്നത്? Saints of God, it's so precious. ഇത് വളരെ വിലയേറിയതാണ് ദൈവജനമേ. This word must find a ground with നമ്മുടെ ദൈവം സംസാരിക്കുന്ന ഈ വചനം നമ്മുടെ ജീവിതത്തിൽ ഒരു ഇടം കണ്ടെത്തണം. നമ്മുടെ ജീവിതത്തിലുള്ള വേലിയൊക്കെ നീക്കി വാതിലൊക്കെ തുറന്നു കൊടുത്ത് ആ കർഷകനുള്ളിലേക്ക് കടന്നു വരാൻ നാം അനുവദിക്കണം. ആ കലപ്പ വെച്ച് ഉഴുവാൻ നാം അനുവദിക്കണം. ആ കട്ടകളെല്ലാം കട്ടതല്ലി ഉപയോഗിച്ച് നിറപ്പാക്കപ്പെടണം. മനുഷ്യന്റെ ആശയങ്ങൾ, അതുപോലെ തന്നെ the things we have accumulated over the years, one mountain, ഡിസ്പെൻസേഷണലിസ്റ്റിന്റെ ഉപദേശങ്ങൾ, the rocky place, അതുപോലെ ആ കല്ലുള്ള സ്ഥലങ്ങൾ, കഠിനമായ സ്ഥലങ്ങൾ എല്ലാം it's time to allow the plow to come on. നമ്മുടെ സ്വന്തമായ ധാരണ, ഗ്രാഹ്യം അതെല്ലാം ഉടയ്ക്കപ്പെടണം. അവിടെ എല്ലാം കലപ്പ കടന്നു വരേണ്ടതുണ്ട്. Yes. Amen. Amen. When God help us. ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. I see that's a great need in some of us. നമ്മിൽ ചിലരിൽ ഇതിന്റെ വലിയ ആവശ്യമുണ്ടെന്ന് ഞാൻ As I മനസ്സിലാക്കുന്നു. said, you score more than 95. ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ When we want to go on in God's purpose, നിങ്ങൾ all those beautiful 95% പ്രാപിച്ചാലും എന്നാൽ ദൈവത്തിന്റെ ഉദ്ദേശത്തിൽ മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുമ്പോൾ വീണ്ടും വീണ്ടും ഈ കലപ്പ ഉഴേണ്ടത് ആവശ്യമാണ്. എന്തുകൊണ്ടെന്നാൽ ഈ കലപ്പ ഉഴുമ്പോൾ മാത്രമേ ജീവൻ വളരുകയുള്ളൂ. The Lord's Holy Spirit come over there, you will begin to see shoots coming out. അങ്ങനെ ആ വിത്ത് പതിച്ച് അതിലേക്ക് ആ പരിശുദ്ധാത്മാവിന്റെ ജലം കടന്നു വരുമ്പോൾ ഈ വിത്ത് മുളയ്ക്കുന്ന നമുക്ക് കാണുവാൻ കഴിയും. ആ വിത്ത് മുളയ്ക്കുമ്പോൾ മാത്രമേ അതൊരു ഫലപൂർണ്ണതയിലേക്ക് കടന്നു വരികയുള്ളൂ. But we are not, maybe you have not heard what I am saying.
ഞാൻ പറയുന്ന കാര്യങ്ങൾ If you are കേട്ട് hearing what I'm saying, നിങ്ങൾ you also will jump with me. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ നിങ്ങളും പ്രോത്സാഹിതരായിത്തീരും. If you have been familiar with nursery, not nursery school, and you have been, having some plants in your house. ഈ ചെടികളെയൊക്കെ വളർത്തുന്ന നഴ്സറിയോട് നിങ്ങൾ പരിചിതരാണെങ്കിൽ, cultivation. And when you see something, you sown something, you put something, and when it begins to give new leaf. വിതച്ച ഒരു കാര്യം മുളച്ചു വരുന്നു കാണുമ്പോൾ ഒരു വലിയ സന്തോഷമുണ്ട്. I normally don't do it. My wife does a lot of the work. ഞാൻ ഇങ്ങനെ വിതയ്ക്കുന്ന ജോലിയൊന്നും ചെയ്യാറില്ല, എന്റെ വൈഫാണ് അത് ചെയ്യാറുള്ളത്. See that leaf. എന്നാൽ അത് മുളച്ചു വരുന്നത് ഞാൻ കാണും. And I rejoice with it. അപ്പം എന്റെ ഭാര്യയോട് ഞാനും സന്തോഷിക്കും. Finally it is working here. അവസാനം ഇത് മുളച്ചു വരുന്നുണ്ടല്ലോ. Now this is what the husbandman would like to see in your life. നിങ്ങളുടെ ജീവിതത്തിൽ ഈ കർഷകൻ കാണുവാൻ ആഗ്രഹിക്കുന്നതാണ്. And I want to tell you, when you begin to see where there was no fruit, there was barrenness, there was hardness, when you open up and the plow comes in and the seed goes in, you begin to see the seed coming into light, sprouting out. I tell you, what a joy it is. ഈ തരിശുനിലമായ സ്ഥലത്ത് ആ കലപ്പ കടന്നു വന്ന് ഉഴുത് വിത്തുള്ളിലേക്ക് പോയി അത് മുളയ്ക്കുവാൻ തന്നെ അത് എത്ര വലിയൊരു സന്തോഷമാണ് ജീവൻ കടന്നു വരുമ്പോൾ. Now, if you are not really getting what I'm saying, take a pot, put some seed. ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ മനസ്സിലാകുന്നില്ല. നിങ്ങൾ ഒരു experiment yourself. ഒരു ചെടി വളർത്തുന്ന when it comes out, rejoice and say, praise the Lord, this is what I want in my life. ഒരു പാത്രം ഉപയോഗിച്ച് വിത്തിട്ട് അതിനെ ഒന്ന് മുളപ്പിച്ചു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇതാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത്. Saints of God, പ്രിയ വിശ്വന്മാരെ, how important it is for us to know. നമ്മുടെ ജീവിതത്തിൽ നാം അറിയേണ്ടത് എത്ര പ്രാധാന്യം അറിയിക്കുന്നത്. നാം സംസാരിക്കുന്നത് നോഹയുടെ കഥയെ കുറിച്ചല്ല. We are not talking about Noah Papan. നമ്മള് നോഹ അപ്പച്ചനെ കുറിച്ചൊന്നല്ല സംസാരിക്കുന്നത്. Noah the grandfather. But we are talking about a person who embodies a dispensational principle for a church, for a people in these end. നോഹ എന്ന നമ്മുടെ വലിയ മുത്തച്ഛനെ കുറിച്ചല്ല നാം സംസാരിക്കുന്നത്. എന്നാൽ തന്റെ ജീവിതം ഉൾക്കൊണ്ട ഒരു യുഗത്തിന്റെ പ്രമാണത്തെ കുറിച്ചാണ്. കർത്താവായ യേശുക്രിസ്തു and Peter used the flood to illustrate future events. കർത്താവായ യേശുക്രിസ്തു അതുപോലെ പത്രോസും ഈ നോഹയുടെ ജീവിതത്തെ ഉപയോഗിച്ചുകൊണ്ടാണ് വരുവാനുള്ള കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞത്. Now I know that you know the scriptures, but I want to read them again. ഈ വചനമൊക്കെ നമുക്ക് പരിചിതമാണെങ്കിൽ വീണ്ടും അത് ഞാൻ വായിക്കുവാൻ താല്പര്യപ്പെടുന്നു. മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായം. മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായം. So as I said, Jesus and Peter used the flood to illustrate future event that will involve the whole world. ഭാവിയിലെ the coming of Christ. കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവെങ്കിൽ ഈ മുഴുവൻ ഭൂമിയെയും ഉൾക്കൊള്ളുന്ന സംഭവിക്കുവാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് പറയുവാനായിട്ടാണ് നോഹയുടെ കാര്യം എടുത്ത് താൻ ഉദ്ധരിക്കുന്നത്. Yes. Involve the whole world. മുഴുവൻ ലോകത്തെയും ഉൾക്കൊള്ളുന്നതാണത്. Yes, and the return of Christ. കർത്താവിന്റെ വരവിനെ ഉൾക്കൊള്ളുന്നതാണത്. Now, so Matthew 24, once again we are മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായം. to save time. But as in the days of Noah, even so shall also the coming of the Son of Man be. For as in the days that were before the flood, they were eating and drinking and marrying and giving in marriage until the day that Noah entered into the ark, and knew not until the flood came and took them all away, so shall also the coming of the Son of Man be. 37-39 വരെയുള്ള Again we വാക്യങ്ങൾ. read in the book of Luke chapter 17. ലൂക്കോസ് 17-ാം അധ്യായം. Luke chapter 17. ലൂക്കോസ് 17-ാം അധ്യായം. Verse 26. 26-ാം വാക്യം. And it was in the days,
And as it was in the days of Noah, so shall it be also in the days of the Son of Man. They did eat, they drank, they married wives, they were given in marriage until the day that Noah entered into the ark, and the flood came and destroyed them all. 26-27 വാക്യങ്ങൾ. So in these scriptures we ഈ see വേദഭാഗങ്ങൾ നാം കാണുന്നത് how the Lord spoke about this event, the world event that happened in the days of Noah. നോഹയുടെ കാലത്ത് ലോകത്തിൽ സംഭവിച്ച കാര്യത്തെ കുറിച്ച് ബന്ധപ്പെടുത്തി തന്റെ വരവിനെ കുറിച്ചാണ് താൻ ഈ ഭാഗങ്ങളിൽ പറയുന്നത്. Yes. And we see in the book of Peter again. വീണ്ടും നമ്മൾ പത്രോസിന്റെ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ Let's turn to 2 Peter chapter 2 3. പത്രോസ് 3-ാം അധ്യായം. You know, even there he tells again, അവിടെയും താൻ ഈ കാര്യങ്ങളെ പ്രതിപാദിക്കുന്നുണ്ട്. 6-7 വാക്യങ്ങളിൽ. we won't read all the 5, verses, 6, 7 വാക്യങ്ങൾ. but we read here, but the heavens and the earth which are now by the same word are kept in store, reserved unto fire against the day of judgment and perdition of ungodly men. Yes. ഇപ്പോഴത്തെ ആകാശവും ഭൂമി അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ച് ന്യായവിധി ഭക്തികെട്ട മനുഷ്യരുടെ നാശവും സംഭവിപ്പാനുള്ള ദിവസത്തെ കാത്തുമിരിക്കുന്നുവെന്ന് അവർ മനസ്സോടെ മറന്നു കളയുന്നു. ആകാശവും വെള്ളത്തിൽ നിന്നും വെള്ളത്താലും ഉളവായ ഭൂമിയും പണ്ട് ദൈവത്തിന്റെ വചനത്തിൽ ഉണ്ടായി എന്നും അതിനാൽ അന്നുള്ള ലോകം പ്രളയത്തിൽ മുങ്ങി നശിച്ചു എന്നും വരുവാനുള്ള കാര്യങ്ങൾ നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ ആയിരിക്കുമെന്ന് പത്രോസ് വളരെ വ്യക്തമാക്കുന്നു. Yes, so it was not just an incident that happened. നോഹയുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു വെറും സംഭവമായിരുന്നില്ല അത്. A story in the Old പഴയ Testament. നിയമത്തിലുള്ള ഒരു കഥയെടുത്ത് പറയുകയല്ല താൻ ചെയ്തത്. Yes, but we see the Lord saying it, and again Peter saying the same thing. കർത്താവ് ഈ കാര്യങ്ങൾ എടുത്തു പറയുന്നു, പിന്നീട് പത്രോസ് ഈ കാര്യങ്ങൾ എടുത്തു പറയുന്നു. And therefore Noah embodies a dispensational principle. അതുകൊണ്ട് നോഹ ഉൾക്കൊള്ളുന്നത് ഒരു യുഗത്തിന്റെ പ്രമാണത്തെയാണ്. Peter also wrote that God did not spare the ancient world. പഴയ ലോകത്തെ ദൈവം ന്യായം വിധിച്ചു എന്ന് പത്രോസിൽ നാം വായിക്കുന്നു. Yes, did not spare the ancient ആ world. പഴയ ലോകത്തെ ദൈവം ന്യായം വിധിച്ചു നാം കാണുന്നു ജലപ്രളയത്തിലൂടെ. Which implies much more of a sure thing to happen in the end time. ആ ജലപ്രളയം വരുവാനുള്ള ഒരു വലിയ That's what we read in verse 6. ഒരു സംഭവത്തെയാണ് മുന്നോടിയായി കാണിക്കുന്നത്. But the heavens and the earth which are now by the same word are kept in store, reserved unto the fire against the day of judgment. ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ച് ഇരിക്കുന്നുവെന്ന് വളരെ ഉറപ്പോടാണ് താൻ പറയുന്നത്. Now, saints of God, as I said, പ്രിയപുത്രന്മാരെ, ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ many a time these things remain in us as a story and incident. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരു സംഭവമായിട്ടും ഒരു കഥയായിട്ടുമാണ് നാം ഇതിനെ മനസ്സിലാക്കുന്നത്. We need to see that Noah embodies a dispensation, a principle for us in these end. നോഹയുടെ ജീവിതം ഒരു യുഗത്തിന്റെ പ്രമാണത്തെ ഉൾക്കൊള്ളുന്നതാണെന്നും അത് നമ്മുടെ ഈ സമയത്തിന് ബാധകമാണെന്ന് മനസ്സിലാക്കണം. ഇന്ന് ചില കാര്യങ്ങൾ കൂടെ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുവാൻ താല്പര്യപ്പെടുന്നു. നോഹയ്ക്ക് ഒരു പഴയ മാതൃക ഒന്നുമില്ലായിരുന്നു. യാതൊരു പഴയ ചരിത്രത്തിലും തനിക്ക് ആശ്രയിക്കുവാൻ ഉണ്ടായിരുന്നില്ല. He had no precedent, no history of anything to look back. തന്റെ ജീവിതത്തിൽ മുമ്പ് നടന്നിട്ടുള്ള ഒരു മാതൃകയോ അല്ലെങ്കിൽ ഒരു ചരിത്രത്തെയോ കാണുവാനില്ലായിരുന്നു. എന്നാൽ ദൈവവചനം പറയുന്നത് he moved with godly fear. താൻ ദൈവഭയത്തിൽ വിശ്വാസത്തിൽ മുൻപോട്ട് പോയി എന്നാണ്. Ark. അങ്ങനെ താൻ പെട്ടകത്തെ He built an ark ഉണ്ടാക്കി.
as the Lord had spoken to him and ദൈവം അവന് കാണിച്ചതുപോലെ ദൈവം അവനോട് സംസാരിച്ചതിനാൽ without പെട്ടകത്തെ any ഉണ്ടാക്കി. precedent, without any history or any example. തന്റെ ജീവിതത്തിൽ യാതൊരു മാതൃകയോ ചരിത്രമോ ഉദാഹരണമോ ഒന്നും ഇല്ലായിരുന്നെങ്കിൽ തന്നെ ദൈവം പറഞ്ഞതുപോലെ ആ കാര്യത്തെ ചെയ്തു. അത് വളരെ പ്രാധാന്യമറിയിക്കുന്ന കാര്യമാണ്. Things not seen yet. കണ്ടിട്ടില്ലാത്ത കാര്യത്തിൽ അവൻ വിശ്വസിച്ചു. As we all know, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ അതിലെ സമയം നഷ്ടമാക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. ദൈവജനത്തിൽ വായിക്കുന്നത് പോലെ അതിനു മുമ്പ് മഴ എന്ന ഒരു കാര്യമേ ഉണ്ടായിരുന്നില്ല. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 6-ാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നു. ഭൂമിയിൽ നിന്ന് മഞ്ഞു പൊങ്ങി നിലമൊക്കെയും നനച്ചു വന്നു. അങ്ങനെയായിരുന്നു ദൈവം ഭൂമിയെ നനച്ചു വന്നത്. അന്ന് വരെ മഴ ഉണ്ടായിരുന്നില്ല. നോഹയുടെ സമയം വരേക്കും. So as I said, there was no precedent. There was nothing for Noah to look back. അതിനു മുമ്പ് അങ്ങനെ ഒരു ചരിത്രമോ അതൊരു ഉദാഹരണമോ മാതൃകയോ ഇല്ലായിരുന്നു. People had never seen anything called rain. മഴ എന്ന ഒരു കാര്യത്തെ ജനങ്ങൾ അനുഭവിച്ചിട്ടേ ഇല്ല. So Noah had no precedent for this. ഈ കാര്യങ്ങൾക്ക് തനിക്ക് ഒരു ചരിത്രമോ ഒരു ഉദാഹരണമോ ഉണ്ടായിരുന്നില്ല. And the point is this, saints of God. ക്രിസ്ത്യന്മാരെ, there is nothing in history. ചരിത്രത്തിൽ അങ്ങനെ ഒരു കാര്യം അതിനു മുമ്പ് ഉണ്ടായിട്ടില്ല അന്ന് വരെ. Nothing gave him a ground of justification of what he was saying. താൻ പറയുന്ന കാര്യങ്ങളെ ന്യായീകരിക്കുവാൻ ഒന്നും തന്നെ ഒരു ഉദാഹരണമായിട്ടുണ്ടായിരുന്നില്ല. There was nothing under his feet to say that this has happened and so it is going to happen. ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട് എന്നൊരു ഉദാഹരണം പറഞ്ഞിട്ട് ഇത് സംഭവിക്കുമെന്ന് എനിക്ക് പറയുവാൻ കഴിയില്ലായിരുന്നു. He could never say, see, this is what happened at that time. ആ സമയത്ത് ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചു എന്ന് എനിക്ക് പറയുവാൻ യാതൊരു മാതൃകയും ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ അന്ന് സംഭവിച്ചു അല്ലെങ്കിൽ അവിടെ സംഭവിച്ചു എന്ന് പറയുവാനൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പറയുവാനൊന്നും തനിക്ക് ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് നമ്മുടെ ജീവിതങ്ങളെ നോക്കുക. നമ്മുടെ ജീവിതങ്ങളെ നോക്കുക. നമ്മളെ നോഹയെ പോലെയാണോ? We are not like Noah. നമ്മൾ നോഹയെ പോലെ അല്ല. We today have examples. ദൈവവചനത്തിൽ നമുക്ക് ഉദാഹരണങ്ങളുണ്ട്. For almost anything. എല്ലാറ്റിനും നമുക്ക് ഉദാഹരണങ്ങളുണ്ട്. എല്ലാത്തിനും. Yes. For everything we can look back. പല കാര്യങ്ങളൊക്കെ പിന്തിരിഞ്ഞു നോക്കുവാൻ നമുക്കുണ്ട്. Yes or no? അതങ്ങനെയല്ലേ? Now we know that we talk about the Feast of Tabernacles. നമ്മള് കൂടാര പെരുന്നാളിനെ കുറിച്ച് പറയുന്നുണ്ട്. At least we can look back. സമാഗമന കൂടാരത്തെ പെരുന്നാളിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് പിന്തിരിഞ്ഞു നോക്കുവാന് ആ പഴയ നിയമത്തിൽ കൂടാര പെരുന്നാൾ ഉണ്ടായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ ആ കാര്യം ഇനിയും നിറവേറിയിട്ടില്ല. But we can look at the Feast of Tabernacle in the Old Testament and see some truth. നമ്മൾ ആ പഴയ നിയമത്തിലുള്ള കൂടാര പെരുന്നാളിലേക്ക് നോക്കി ചില സത്യങ്ങളെ മനസ്സിലാക്കാനെങ്കിലും നമുക്ക് കഴിയും. We can look back and see the Feast of Passover. അതുപോലെ തന്നെ ആ പെസഹ പെരുന്നാളിലേക്ക് നമുക്ക് പിന്തിരിഞ്ഞു നോക്കുവാൻ കഴിയും. Look back and see the Feast of Pentecost. പെന്തക്കോസ്ത് പെരുന്നാളിലേക്ക് തിരിഞ്ഞു നോക്കുവാൻ കഴിയും. And even Peter could say on that day, this is what Joel has spoken. യോവേൽ ഇതിനെ കുറിച്ചാണ് പറഞ്ഞതെന്ന് പത്രോസിനെ പറയുവാൻ കഴിഞ്ഞു. So saints of God, today when we look into our lives, നമ്മുടെ ജീവിതത്തിലേക്ക് നാം നോക്കുമ്പോൾ we are standing on a far better ground than Noah. നോഹ ആയിരുന്നതിലും വളരെ മെച്ചമായ ഒരു തലത്തിലാണ് നാം ആയിരിക്കുന്നത്. നമുക്ക് എല്ലാറ്റിനും ദൈവവചനത്തിൽ ഉദാഹരണമുണ്ട്, മാതൃകയുണ്ട്. But Noah had no example. എന്നാൽ നോഹയെ സംബന്ധിച്ചിടത്തോളം യാതൊരു ഉദാഹരണം ഉണ്ടായിരുന്നില്ല, യാതൊരു തെളിവും ഉണ്ടായിരുന്നില്ല, യാതൊരു ചരിത്രവും ഉണ്ടായിരുന്നില്ല, ആധാരമായി നൽകുവാനൊന്നുമില്ലായിരുന്നു. ആർക്കും ആധാരമായി നൽകുവാൻ, തെളിവായി നൽകുവാൻ തന്റെ പക്കലൊന്നും ഉണ്ടായിരുന്നില്ല. അതാണ് യഥാർത്ഥ വിശ്വാസം. നോഹ വിശ്വാസത്താൽ, നോഹ വിശ്വാസത്താൽ
Oh, what a man he was. Amen. എത്ര മഹാനായ ഒരു മനുഷ്യനായിരുന്നു താൻ. So we see in this man real faith. ഈ മനുഷ്യനിൽ യഥാർത്ഥ വിശ്വാസം നാം കാണുന്നു. He was simply told by God. ദൈവം അവനോട് സംസാരിച്ചു. It was going to happen. ഇത് സംഭവിക്കുമെന്ന് ദൈവം അവനോട് അരുളി ചെയ്തു. It is going to happen. ഇത് സംഭവിക്കുമെന്ന് ദൈവം അരുളി ചെയ്തു. Yes. And in all his knowledge, he could not look back and say something like that has ever happened. അങ്ങനെയുള്ള ഒരു കാര്യം മുമ്പ് സംഭവിച്ചിട്ടുണ്ടെന്ന് തന്റെ ബുദ്ധിയിൽ തനിക്ക് കാണുവാൻ ഒന്നും തന്നെ കഴിഞ്ഞില്ല. He could not say, "Oh, I know what it means." അതിന്റെ അർത്ഥം എന്താണെന്ന് തനിക്ക് എനിക്ക് മനസ്സിലാകുന്നത് എനിക്ക് He could പറയുവാൻ never say, "Oh, I കഴിയുമായിരുന്നു. know, Lord, what you are saying." കർത്താവേ, അങ്ങ് to me. I പറയുന്നത് understand. എന്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് പറയാനൊന്നും തനിക്ക് യാതൊരു ഉദാഹരണവും ഉണ്ടായിരുന്നില്ല. There was nothing like that. അങ്ങനെ ഒന്നും അതിനു മുമ്പ് സംഭവിച്ചിട്ടില്ല. It is going to be altogether new. അത് തികച്ചും പുതുതായ ഒരു കാര്യമായിരുന്നു. Something that had never happened before. ഒരിക്കലും മുമ്പ് സംഭവിച്ചിട്ടില്ലാത്ത ഒന്ന്. Now we see we are on a better ground. നാം അതിന് മേന്മയായ ഒരു തലത്തിലാണ് ആയിരിക്കുന്നത്. The Lord himself said, as in the days. നാം അതിലെ മെച്ചമായ ഒരു തലത്തിലാണ് ആയിരിക്കുന്നത്. നോഹയുടെ കാലത്ത് There is എന്നതുപോലെ something we can look back. നമുക്കൊരു ഉദാഹരണമുണ്ട്. And this is the way it's going to happen. ഇങ്ങനെയാണത് സംഭവിക്കുവാൻ പോകുന്ന ഒരു ഉദാഹരണം നമുക്കുണ്ട്. What's happening? എന്നാൽ എന്താണ് സംഭവിക്കുന്നത്? ദൈവജനങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത്? Arey, that happened then. അന്ന് അത് സംഭവിച്ചു. I said, thodi hoga abhi. അന്ന് അതുപോലെ ഇന്ന് സംഭവിക്കത്തില്ലെന്നാണ് പലരും പറയുന്നത്. It happened then. അന്ന് സംഭവിച്ചു. Such a thing is not going to happen. അങ്ങനെയുള്ള ഒരു കാര്യം ഇപ്പോൾ സംഭവിക്കില്ലെന്നാണ് പലരും പറയുന്നത്. Let me ask you, ഒരു കാര്യം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ. how many of you believe like Noah believed? നോഹ വിശ്വസിച്ച പോലെ നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? Saints, that's the real issue with us. അതാണ് നമ്മുടെ ജീവിതത്തിലുള്ള ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കാര്യം. You know, this is something that must go into the ground, and we should allow the plowman to do that work. ഇത് വന്നിട്ട് നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കേണ്ടതുണ്ട്. ഇവിടെയാണ് നമ്മൾ ആ കർഷകൻ നമ്മുടെ ജീവിതത്തെ ഉഴുന്നതിനായിട്ട് നാം അനുവദിക്കേണ്ടത്. You know, many a time when we talk to one another, പലപ്പോഴും നാം അന്യോന്യം സംസാരിക്കുമ്പോൾ you know, one of the things that I come across many a time is, പലപ്പോഴും ഞാൻ കാണുന്ന ഒരു കാര്യം, and you know, when we talk to one another, we always feel അന്യോന്യം സംസാരിക്കുന്ന സമയത്ത് our problem is very unique. നമ്മുടെ ജീവിതത്തിലുള്ള പ്രശ്നം വളരെ വ്യത്യസ്തമാണെന്നാണ് നാം കരുതാറുള്ളത്. Nobody in the universe ever has a problem like my problem. ഇതുവരെ ലോകത്തിൽ ആർക്കും ഇങ്ങനെയുള്ള പ്രശ്നം ഉണ്ടായിട്ടില്ല എന്നാണ് നാം കരുതാറുള്ളത്. Yes. And that's the way sometimes we talk, we share. അങ്ങനെയാണ് പലപ്പോഴും നാം കാര്യങ്ങൾ പങ്കുവയ്ക്കാറുള്ളത്. You tell them, brother, I know what your situation is. സഹോദര, You know, I really am concerned about it. നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യം എനിക്കറിയാം, അതിനെക്കുറിച്ച് ഞാൻ വിചാരമുള്ളവനാണെന്ന് പറയുമ്പോൾ, Don't understand. സഹോദരൻ ഇത് മനസ്സിലാകത്തില്ല പറഞ്ഞാൽ. You know, my problem is very unique. എന്റെ പ്രശ്നം വളരെ വ്യത്യസ്തമാണ്. In other words, വേറെ വിധത്തിൽ പറഞ്ഞാൽ, there is nothing ever in the history ലോകത്തിൽ ഇതുവരെ ഇതുപോലൊന്നും that സംഭവിച്ചിട്ടുള്ള you ഒരു can relate ചിന്താഗതിയാണ് to. My പലപ്പോഴും ഉള്ളത്. situation is very unique. എന്റെ സാഹചര്യം വളരെ വ്യത്യസ്തമാണ്. ഇങ്ങനെയാണ് പലരും കരുതാറുള്ളത്. That is the way we talk about our problem. അങ്ങനെയാണ് നമ്മുടെ പ്രശ്നങ്ങളെ കുറിച്ച് നാം But when you സംസാരിക്കാറുള്ളത്. look into Noah's life, എന്നാൽ നോഹയുടെ ജീവിതത്തെ നാം നോക്കുമ്പോൾ, when God told him to do something, ദൈവം അവനോട് ചില കാര്യങ്ങൾ ചെയ്യുവാൻ പറഞ്ഞപ്പോൾ, he had no example at all. അവൻ അതിനു മുമ്പ് യാതൊരു മാതൃക It ഉണ്ടായിരുന്നില്ല. was something that he had to take on and obey without any murmuring. തന്റെ ജീവിതത്തിൽ യാതൊരു മുറിവുറുപ്പും ഇല്ലാതെ ആ കാര്യങ്ങളെ സ്വീകരിച്ച് വിശ്വസിക്കേണ്ടതുണ്ടായിരുന്നു.
So Noah had nothing to relate back in his life. നോഹയുടെ ജീവിതത്തിൽ മറ്റുള്ള കാര്യങ്ങളോട് ബന്ധപ്പെടുത്തി കാണുവാനായി യാതൊന്നും ഉണ്ടായിരുന്നില്ല. But the word of God says എന്നാൽ ദൈവവചനം പറയുന്നത് he moved with godly fear. അവൻ ദൈവഭയത്തിൽ ദൈവത്തെ അനുസരിച്ചു What എന്നാണ്. a word that is. അത് എത്ര മഹത്തായ ഒരു വചനമാണ്. What does that really mean? അതിന്റെ അർത്ഥം എന്താണ്? Fear of the Lord. ദൈവഭയം. Moved with fear. ദൈവഭയത്തിൽ മുന്നോട്ട് നീങ്ങി. Yes. That is not a negative fear. അത് വന്നിട്ട് ഒരു നിഷേധാത്മകമായ ഭയമല്ല, Godly fear. എന്നാൽ യഥാർത്ഥ ദൈവഭയമായിരുന്നു അത്. That is just believing God. അത് ദൈവത്തിൽ വിശ്വസിക്കുന്നതായ ഒരു ഭയമായിരുന്നു. Yes. And obeying him. ദൈവത്തെ അനുസരിക്കുന്നതായ ഒരു Because ഭയമായിരുന്നു. he is God. എന്തുകൊണ്ടെന്നാൽ ദൈവമാണ് സംസാരിച്ചത്. That is what it means by moved in fear. ഭയത്തിൽ താൻ മുന്നോട്ട് നീങ്ങി എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം അതാണ്. ദൈവത്തിൽ വിശ്വസിച്ച് ദൈവത്തെ അനുസരിച്ച്. Because he is God. എന്തുകൊണ്ടെന്നാൽ സംസാരിച്ചവൻ ദൈവമാണ്. സംസാരിച്ചവൻ ദൈവമാണ്. He took that in reverential fear. അതുകൊണ്ട് താൻ ഭയഭക്തിയോടെ വചനത്തെ എടുത്തു. Because he is God. എന്തുകൊണ്ടെന്നാൽ താൻ ദൈവമാണ്, ദൈവമാണ് സംസാരിച്ചത്. Obeyed God. ദൈവത്തെ അതുകൊണ്ട് താൻ അനുസരിച്ചു. That word gave him that faith he needed. തനിക്ക് ആവശ്യമായ വിശ്വാസത്തെ ആ വചനം തനിക്ക് നൽകി. Not because he had any proofs. അതിന് തെളിവൊന്നും ഉണ്ടായിരുന്നിട്ടല്ല. Yes. He had no evidence. തനിക്ക് തെളിവൊന്നുമില്ലായിരുന്നു. Natural or physical. ശരീരപ്രകാരമായിട്ടോ ഭൗതികമായിട്ടോ യാതൊരു തെളിവുകളും ഉണ്ടായിരുന്നില്ല. You know, he believed because it is God who സംസാരിച്ച് ദൈവമായിരുന്നത് കൊണ്ട് താൻ വിശ്വസിച്ചു. and he obeyed because he is God. ദൈവമാണ് സംസാരിച്ചത്, അതുകൊണ്ട് താൻ അതിനെ അനുസരിച്ചു. You know, our obedience has to be not based on evidences and proof. നമ്മുടെ അനുസരണം തെളിവുകളും അതുപോലെ വന്നിട്ട് അതിനുള്ള ആധാരങ്ങളും ഒന്നും ഉണ്ടായിട്ടുള്ളതല്ല. Because I have heard God. ഞാൻ ദൈവശബ്ദം കേട്ടതുകൊണ്ടാണ് നാം ദൈവത്തെ അനുസരിക്കുന്നത്. Because God has spoken this word. ഈ വചനം ദൈവം എന്നോട് സംസാരിച്ചതുകൊണ്ട്. God has spoken this word to his church. ദൈവം ഈ വചനത്തെ സഭയോട് God സംസാരിച്ചതുകൊണ്ട്. is speaking this word to his people. ദൈവം ഈ വചനത്തെ തന്റെ ജനത്തോട് സംസാരിക്കുന്നതുകൊണ്ട്. And I am hearing God's word for these ഞാൻ times. ഈ സമയത്തിനായിട്ടുള്ള ദൈവവചനം കേൾക്കുന്നതുകൊണ്ട്. And I believe ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നതുകൊണ്ട്. because it's come from എന്തുകൊണ്ടെന്നാൽ എന്നോട് സംസാരിച്ചവൻ not ദൈവമാണ്. based on proofs and evidences. തെളിവുകളെയും ആധാരങ്ങളെയും The ഒന്നും word of God says, ആധാരപ്പെടുത്തിയതല്ലത്. and he prepared an ark. താൻ ദൈവഭയത്തിൽ മുൻപോട്ട് പോയി You know, ഒരു saints of പെട്ടകത്തെ God, ഒരുക്കി. you know, when you hear God, ദൈവത്തെ നാം കേൾക്കുമ്പോൾ then you take steps of obedience. നമ്മുടെ ജീവിതത്തിൽ അനുസരണത്തിന്റെ അടികൾ നാം എടുത്തു You know, I വയ്ക്കും. know in my own life, എന്റെ ജീവിതത്തിൽ many times, പലപ്പോഴും no evidences, തെളിവൊന്നും ഉണ്ടായിരുന്നില്ല, no proofs, ആധാരമൊന്നും ഉണ്ടായിരുന്നില്ല. nothing. All that I know, God has spoken. എന്നോട് ദൈവം സംസാരിച്ചു എന്ന് മാത്രം എനിക്ക് അറിയുമായിരുന്നു. Yes. That is the evidence. അതാണ് തെളിവ്. When the Lord called me into ministry, കർത്താവിനെ ശുശ്രൂഷയിലേക്ക് വിളിച്ചപ്പോൾ no promise, യാതൊരു വാഗ്ദത്തവും ഉണ്ടായിരുന്നില്ല, ഉറപ്പൊന്നുമില്ലായിരുന്നു. but it was just the pure word. എന്നാൽ ദൈവം സംസാരിച്ച വചനം. This is my time, my son. എന്റെ മകനെ, ഇത് എന്റെ സമയമാണ്. You know, 2nd February 1976, ഫെബ്രുവരി 2-ാം തീയതി 1977 4 o'clock in the morning. രാവിലെ 4 മണിക്ക് എന്നോട് ദൈവം സംസാരിച്ചു. And I laid it upon the altar of God. ദൈവത്തിന്റെ യാഗപീഠത്തിന്മേൽ ഞാൻ And in വെച്ചു. 78, the Lord said in December, my time is come. 1978 ഡിസംബറിലെ കർത്താവിന്റെ ഹൃദയത്തോട് പറഞ്ഞു. No promise, nothing from anybody. No body like this. No church like this. അന്ന് എനിക്ക് യാതൊരു വാഗ്ദത്തവും ഇല്ലായിരുന്നു, യാതൊരു തെളിവും ഇല്ലായിരുന്നു, ഇതുപോലുള്ള ഒരു ശരീര ജീവിതമില്ലായിരുന്നു. All that I had was വെളിയെ വന്നപ്പോൾ one എനിക്കുണ്ടായിരുന്നത് wife and one daughter. എനിക്കൊരു ഭാര്യയും കുഞ്ഞും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. That's all I had. അത് മാത്രമേ എനിക്കുണ്ടായിരുന്നു. No evidences. തെളിവുകളൊന്നും ഉണ്ടായിരുന്നില്ല. Nothing. But God's word. ദൈവവചനം.
God has spoken. ദൈവം സംസാരിച്ചു, His word is come. തന്റെ വചനം എന്റെ അടുക്കൽ വന്നു. In a city like Delhi, ഡൽഹി പോലുള്ള ഒരു പട്ടണത്തിൽ what are you going to do? എന്താണ് ചെയ്യുക? Living in a rented home? ഒരു വാടക വീട്ടിൽ താമസിച്ച് What are you going to do? എന്താണ് ചെയ്യാൻ പോകുന്നത്? Yes. But remember, God's word is true. ദൈവത്തിന്റെ വചനം സത്യമാണെന്ന് ഓർക്കണം. God's word will sustain. ദൈവത്തിന്റെ വചനം നമ്മളെ പരിരക്ഷിക്കും. You don't live by promises of men. മനുഷ്യന്റെ വാഗ്ദത്തങ്ങളല്ല നാം ജീവിക്കുന്നത്. You don't live by anybody else's invitations. മറ്റുള്ളവർ നൽകുന്ന വാഗ്ദാനങ്ങളിലല്ല നാം ജീവിക്കുന്നത്. ദൈവവചനത്താലാണ് നാം ജീവിക്കുന്നത്. And the just shall live by faith. Amen? നീതിമാൻ വിശ്വാസത്താൽ It doesn't ജീവിക്കും. say the full-time worker shall live by faith. മുഴുനേര The full-time worker always says, I live by faith. മുഴുനേര ശുശ്രൂഷ ചെയ്യുന്ന ആള് വിശ്വാസത്താൽ ജീവിക്കുമെന്നല്ല ദൈവവചനം പറയുന്നത്. We all have to live by faith. നാം Amen. എല്ലാവരും We have to live വിശ്വാസത്താൽ by faith ജീവിക്കണം. of what God is speaking. ദൈവം to us. നമ്മോട് സംസാരിക്കുന്ന വചനത്തിലുള്ള Oh, there വിശ്വാസത്താൽ are നാം many ജീവിക്കണം. such instances in life. എന്റെ ജീവിതത്തിൽ അങ്ങനെയുള്ള പല സംഭവങ്ങളുണ്ട്. When I was in Madurai, ഞാൻ മധുരയിലായിരുന്നപ്പോൾ, sitting down in a hotel ഒരു room, ഹോട്ടൽ റൂമിൽ അവിടെ ആയിരുന്നപ്പോൾ the Lord spoke to me. കർത്താവ് എന്നോട് സംസാരിച്ചു. We are to have a training program here. ഇവിടെ ഡൽഹിയിൽ ഒരു ട്രെയിനിങ് പ്രോഗ്രാം ആരംഭിക്കണമെന്ന് എന്നോട് സംസാരിച്ചു. അപ്പൊ ഞങ്ങൾക്ക് അതിനുള്ള I was യാതൊരു living part of one MIG apartment. In one room, my യാതൊരു family, സാധ്യതയില്ല. ഞാൻ ഒരു ചെറിയ Other room വീട്ടിലാണ് is, താമസിച്ചിരുന്നത്. office. ഒരു റൂമിൽ ഞാൻ and the താമസിച്ചു. drawing room half വേറൊരു is divided into office. വേറൊരു റൂം എന്റെ ഓഫീസ് There's a ആയിരുന്നു. training place. There's no place for anything. ആ ഹാളിനെ രണ്ടായിട്ട് പിരിച്ചിട്ട് അവിടെ ആയിരുന്നു ട്രെയിനിങ് പ്ലേസ്. While I was down there in Madurai, I cannot forget that. മധുരയിൽ ദൈവം എന്നോട് സംസാരിച്ച ആ കാര്യം എന്നാലെ മറക്കുവാൻ കഴിയില്ല. അതെന്റെ ഓർമ്മയിൽ Came ഇപ്പോഴും back here തിരിച്ചു വന്നപ്പോൾ and then went immediately to ഉടനെ Rajasthan. ഞാൻ ഡൽഹിയിൽ നിന്ന് രാജസ്ഥാനിലേക്ക് ക്യാമ്പ് മീറ്റിങ്ങിന് പോകേണ്ട To ആവശ്യമുണ്ടായി. tell you that you need to obey when God speaks something. ദൈവം ചില കാര്യങ്ങൾ നമ്മോട് സംസാരിക്കുമ്പോൾ നാം അതിനെ And അനുസരിക്കേണ്ടതുണ്ട്. God takes responsibility to fulfill it. ദൈവം സംസാരിക്കുന്ന കാര്യങ്ങളെ നാം അനുസരിക്കുവാനായി ഏൽപ്പിച്ചിടുമ്പോൾ ദൈവമാണ് അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത്. ഞാൻ അജ്മീറിൽ ക്യാമ്പ് മീറ്റിങ്ങിനെ കടന്നുപോയി. ക്യാമ്പ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്തു. And one young man comes. അവിടെ ഒരു I was lying ഒരു down യുവാവിന്റെ the അടുക്കൽ rest of കടന്നു the വന്നു. afternoon. ഉച്ച കഴിഞ്ഞ് ഞാൻ കിടന്ന് റെസ്റ്റ് എടുത്തുകൊണ്ടിരുന്ന He സമയത്തിനോട് sat പറഞ്ഞു, near the bed. എന്റെ And he കട്ടലിനടുത്തിരുന്ന് said എന്നോട് to me, പറഞ്ഞു, brother, I want to come to Delhi to be trained. ഞാൻ ഡൽഹിയിൽ ട്രെയിനിങ്ങിന് വേണ്ടി കടന്നു വരുവാൻ താല്പര്യപ്പെടുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. I said, brother, we have nothing in Delhi. ഡൽഹിയിൽ അങ്ങനെ ഒന്നും ഇല്ലെന്ന് ഞാൻ അദ്ദേഹത്തോട് God has പറഞ്ഞു. spoken to me. കർത്താവ് എന്നോട് സംസാരിച്ചു എന്നാണ് യുവാവ് He had പറഞ്ഞത്. already gone through some Bible training. ഞാൻ ഓൾറെഡി ഒരു ബൈബിൾ ട്രെയിനിങ്ങിൽ And he കടന്നുപോയ said he wants ആളായിരുന്നു. to come again. വീണ്ടും വരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് His പറഞ്ഞു. TTH had nothing to do. He said it's all useless. He said, I want to learn from you. I want to come താൻ there. ബൈബിൾ സ്കൂളിലൊക്കെ പഠിച്ചായിരുന്നെങ്കിലും ആ കാര്യത്തിൽ From the life of Ruth. ആ കാര്യങ്ങളൊന്നും And പര്യാപ്തമല്ലെന്ന് മനസ്സിലാക്കി വചന പഠിക്കുവാൻ വരുവാൻ താല്പര്യപ്പെട്ടു. ഞാൻ തിരിച്ചു വന്നു. I was here in my house, C3 131. ഞാൻ തിരിച്ചെന്റെ വീട്ടില് And one day the bell ജനക്പുരിയിലെത്തി. rang. ഒരു ദിവസം രാവിലെ ബെല്ലടിച്ചു. I opened the കഥ door. തുറന്നപ്പോൾ Behold, this young man is standing at ഈ the യുവ door with a സഹോദരൻ bag. He says, I have come for training. വീടിന്റെ മുമ്പിൽ നിൽക്കുന്നു. ട്രെയിനിങ്ങിനാണ് ഞാൻ കടന്നു വന്നതെന്ന് പറഞ്ഞ് ബാഗോടെ വന്നിട്ടുണ്ട്. ഞാൻ എവിടെയാണ് പോകുന്നത്? Telling the name. ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറയാൻ താല്പര്യപ്പെടുന്നില്ല. I have to tell him, please come in. ഞാൻ ആ സഹോദരനോട് പറഞ്ഞു, ഉള്ളിൽ വന്നാട്ടെ. And he was with ആ us. സഹോദരൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. And I was wondering, Lord, what am I to do? ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് We have എനിക്കറിയത്തില്ല. hardly any place to sleep. ഉറങ്ങാൻ തന്നെ സ്ഥലമില്ല. There's a young man come. ഒരു So that's the way. യുവ സഹോദരൻ കടന്നു വന്നു. Another young man came. വേറെ ഒരു He came from യുവ Sinapur. സഹോദരൻ സേനാധിപതിയിൽ നിന്ന് വന്നു. Chennai. വേറൊരു യുവ സഹോദരൻ ചെന്നൈയിൽ നിന്ന് വന്നു. We had no place. സ്ഥലമില്ല. God opened up a place. No, I'm not going അപ്പോൾ to ഒരു സ്ഥലമില്ലായിരുന്നു. ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഒരു വഴി തുറന്നു. will have to be long. So I will cut short here. ഞാൻ പെട്ടെന്ന് തന്നെ പരിവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവം പറഞ്ഞ കാര്യത്തെ ദൈവം And then we got a നിവർത്തികരിച്ചു. place, അതിനുശേഷം ഒരു സ്ഥലം ഞങ്ങൾക്ക് കിട്ടി. D1C. D1C-യില. We got a place in D1C. D1C-യിൽ ഒരു സ്ഥലം കിട്ടി. And that apartment was given to one of our brothers of all the places in Delhi by DDA. DDA വന്നിട്ട് നമ്മുടെ ചർച്ചിലുള്ള ഒരു സഹോദരനെ ആ ഫ്ലാറ്റ് അലോട്ട് ചെയ്തു. And that place was our office. അതായിരുന്നു ഞങ്ങളുടെ ഓഫീസ്. What I'm trying to say is this. Sorry for taking your time. It has been boring to some of you, and please forgive me for that. സമയമെടുത്ത് ഈ കാര്യങ്ങളെ When God speaks, പറഞ്ഞത് ക്ഷമിക്കുക.
you can believe him. ദൈവത്തെ ശബ്ദം But it must be കേൾക്കുന്നുണ്ടെങ്കിൽ God, നിങ്ങൾ അത് Not your വിശ്വസിക്കണം. imagination. നിങ്ങൾ സങ്കല്പത്തെ അല്ല ദൈവശബ്ദമാണ് Your illusions. കേൾക്കേണ്ടത്, It ദൈവശബ്ദത്തെയാണ് has to be അനുസരിക്കേണ്ടത്. God. അത് ദൈവമായിരിക്കണം. Amen. Why am I sharing this? എന്തുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്? Saints, our faith is not depending on proofs and evidences നമ്മുടെ which are ജീവിതത്തിൽ natural and physical, but our proof is that God has spoken. തെളിവുകളിലും ആധാരങ്ങളിലും അല്ല നമ്മുടെ വിശ്വാസം. ദൈവം സംസാരിച്ച വചനത്തിലാണ് നമ്മുടെ It is not വിശ്വാസം. the promises and the words of men. മനുഷ്യന്റെ I tell you, വാഗ്ദാനങ്ങൾ if I അല്ല believe നമ്മുടെ in words വിശ്വാസം. of men, I don't know what would have happened to me. മനുഷ്യന്റെ വാഗ്ദാനങ്ങൾ ഞാൻ വിശ്വസിച്ചെന്നാൽ എനിക്ക് എന്ത് സംഭവിച്ചിരിക്കുമെന്ന് എനിക്കറിയില്ല. Yes. Oh, may God. ദൈവം നമ്മളെ സഹായിക്കുമാറാകും. You know, we can do a lot of things because we have the means. നമുക്ക് പല we have the കാര്യങ്ങളും idea. സംഭവിക്കാൻ കഴിയും. നമ്മുടെ But I want to tell you, ആശയത്തിനനുസരിച്ച് saints, നമ്മുടെ to hear God in കഴിവനുസരിച്ച് every step is so important in our നമ്മുടെ ജീവിതത്തിൽ ദൈവശബ്ദത്തെ ഓരോ സമയത്തും When you കേൾക്കേണ്ടത് have means and ideas, അത്യാവശ്യമാണ്. you can do and plan many things in life. You can go ahead with that. But the beautiful thing for a man and a woman in Christ is, in this calling is, to hear from God and do it. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആശയപ്രകാരവും കഴിവിനനുസരിച്ചും പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ കഴിയും. എന്നാൽ ദൈവശബ്ദം കേട്ട് ദൈവത്തെ അനുസരിക്കുന്നതാണ് നാം So, ഓരോരുത്തരും in the ചെയ്യേണ്ടത്. life of Noah, നോഹയുടെ ജീവിതത്തിൽ it was a prolonged test of faith. തന്റെ ജീവിതത്തിൽ നീണ്ട വിശ്വാസത്തിന്റെ ശോധനയായിരുന്നു. It's not for a day or two. 1-2 ദിവസത്തേക്കല്ല, 120 long years. 120 വർഷങ്ങൾ. Yes, month passed by. Another month is come. മാസം Year കടന്നുപോയി, has gone മാസങ്ങൾ by. കടന്നുപോയി, Another year is വർഷങ്ങൾ come. കടന്നുപോയി. It's no more weeks and months now. It's ഇപ്പൊ years. ആഴ്ചയും മാസങ്ങളും അല്ല, വർഷങ്ങളാണ്. Yes. No one takes notice ഈ കാര്യത്തെ ആരും ശ്രദ്ധിക്കുന്നില്ല. of what he is doing. താൻ എന്താണ് ചെയ്യുന്ന ആരും ശ്രദ്ധിക്കുന്നില്ല. No one is influenced. No one is influenced. ആരും ഇതിനാൽ സ്വാധീനിക്കപ്പെടുന്നില്ല. But he went on in the strength of what he എന്നാൽ heard. താൻ കേട്ട കാര്യങ്ങളുടെ ശക്തിയിലാണ് താൻ മുൻപോട്ട് പോയത്. If he had turned inside, നമ്മുടെ ഉള്ളിലേക്ക് നാം തിരിഞ്ഞ് if he had turned to himself, തന്റെ സ്വയത്തിന്റെ ശബ്ദത്തെ താൻ കേട്ടിരുന്നുവെങ്കിൽ, I make no dent on these people. എന്നാൽ ഈ ജനങ്ങളെ സ്വാധീനിക്കുവാനേ കഴിയുന്നില്ല. My work has no effect on these എന്റെ people ജീവിതം, around me. എന്റെ പ്രവൃത്തി, ഇതൊന്നും ഈ ജനങ്ങളെ സ്വാധീനിക്കുന്നേ ഇല്ല. 20 years, 20 വർഷമായി, 40 വർഷമായി, 50 50 years, വർഷമായി, 75 years. 75 വർഷമായി, No effect on anybody. ആരുടെ മേലും അതിന്റെ സ്വാധീനമില്ല. ഞാനൊരു തെറ്റാണോ ചെയ്യുന്നത്? Am I really doing the right ഞാൻ thing? ശരിയായ കാര്യമാണോ ചെയ്യുന്നത്? There is nothing to show that I am doing the right thing. ഞാൻ ചെയ്യുന്ന കാര്യം That ശരിയാണെന്ന് indicates that I am right. വെളിപ്പെടുത്തുന്ന യാതൊന്നുമില്ല. I am on the right line. ഞാൻ ശരിയായ വഴിയിലാണെന്ന്, But I have not taken a wrong course in my ഞാൻ life. തെറ്റായ വഴിയിലല്ലെന്ന് ഉള്ള So, പറയുന്നതിന് it was തെളിവുകളൊന്നുമില്ല. prolonged test of faith in the life of നോഹയുടെ ജീവിതത്തിൽ അത് നീണ്ടകാല And saints, വിശ്വാസ it ശോധനയായിരുന്നു. shall be so even in the life of his church, his remnant in these end തന്റെ times. ശേഷിപ്പായ സഭയുടെ ജീവിതത്തിലും അത് അങ്ങനെ തന്നെയാണ്. We have nothing as evidence and proof and tell the people. ദൈവജനങ്ങൾക്ക് തെളിവായി കാണിച്ചു കൊടുക്കുവാൻ നമുക്കൊന്നുമില്ല. Yes, the only thing we have is നമ്മുടെ അടുത്തിലുള്ളത് God has spoken. ദൈവം നമ്മോട് സംസാരിച്ച വചനം God മാത്രമാണ്. has spoken in his word. ദൈവം തന്റെ വചനത്തിൽ And സംസാരിച്ചിട്ടുണ്ട്. we have heard it in our own നമ്മുടെ ജീവിതത്തിൽ lives. അത് നാം കേട്ടു. Yes. Amen. Without anything coming in. തെളിവുകളൊന്നും ഇല്ലാതെ 120 years almost. 120 വർഷം വരേക്കും Yes. He went on ദൈവം പറഞ്ഞത് വിശ്വസിച്ച് all the time, തുടർന്ന് working, obeying. താൻ കേട്ട കാര്യങ്ങളെ അനുസരിച്ച് As it was പ്രവർത്തിച്ചു. required of Noah, നോഹയുടെ ജീവിതത്തിൽ നിന്ന് ദൈവം as it ആഗ്രഹിച്ചതുപോലെ, was demanded by the Lord. ദൈവം നോഹയുടെ ജീവിതത്തിൽ നിന്ന് ആവശ്യപ്പെട്ടതുപോലെ, Yes, with nothing whatsoever to prove, തെളിവുകളൊന്നുമില്ലാതെ, to support himself or prove himself, ആധാരങ്ങളൊന്നുമില്ലാതെ, with nothing. Yes.
He could not see any effect of the message anywhere. താൻ സംസാരിക്കുന്ന ആ സന്ദേശത്തിന്റെ യാതൊരു പ്രഭാവവും തനിക്ക് Peter കാണാൻ speaks കഴിഞ്ഞില്ല. about Noah and says, preacher of righteousness. എന്നാൽ പത്രോസ് പറയുന്നത് നീതി പ്രസംഗിയായ നോഹ എന്നാണ്. That's what we read in 2 Peter 2 verse 5. അതാണ് 2 പത്രോസ് He 2 refers him as അധ്യായം preacher വാക്യത്തിൽ of വായിക്കുന്നത്. righteousness. താൻ നീതി പ്രസംഗിയായിരുന്നു നമ്മുടെ വായിക്കുന്നു. Preacher of righteousness preached for 120 years but no effect on നീതി anyone. പ്രസംഗി 120 വർഷം പ്രസംഗിച്ചു, ആരുടെ മേലും അതിന്റെ പ്രഭാവം Nothing happening ഉണ്ടായില്ല. all through his preaching. താൻ തുടർന്ന് പ്രസംഗിച്ചു, Whether it was by word or by his തന്റെ life. ജീവിതത്തിലൂടെയും തന്റെ But സന്ദേശത്തിലൂടെ. what was really happening? എന്നാൽ എന്താണ് സംഭവിച്ചത്? I'm going to close. ഞാൻ അവസാനിപ്പിക്കാൻ But what പോകുകയാണ്. was really happening? എന്താണ് സംഭവിച്ചത്? Something indeed was happening. തീർച്ചയായിട്ടും ചിലത് സംഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. Something was happening. തീർച്ചയായിട്ടും ചിലത് സംഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. As the word of God says, ദൈവവചനം പറയുന്നത് പോലെ he condemned the world. അവൻ ഈ ലോകത്തെ ന്യായം വിധിച്ചു. Amen. Every day by his life തന്റെ ജീവിതത്തിലൂടെ, and by his word തന്റെ പ്രവൃത്തിയിലൂടെ, and his word, തന്റെ വാക്കുകളിലൂടെ he condemned താൻ ഈ ലോകത്തെ ന്യായം വിധിച്ചു. by his faith തന്റെ വിശ്വാസത്താൽ, and by the works of his faith. തന്റെ വിശ്വാസത്തിന്റെ പ്രവൃത്തിയാൽ He put everybody else in the world to be wrong. ഈ ലോകത്തിലുള്ള മറ്റുള്ള അനേകരെയും തന്റെ ജീവിതത്തിലൂടെ തെറ്റുകാരൻ താൻ കാണിച്ചു. world was wrong. ഈ ലോകം തെറ്റായിരുന്നത് തന്റെ ജീവിതത്തിലൂടെ താൻ കാണിച്ചു. That was happening. അതാണ് സംഭവിച്ചുകൊണ്ടിരുന്നത്. And prepared the sinful world for God's judgment. പാപം നിറഞ്ഞ ഈ ലോകത്ത് ദൈവത്തിന്റെ ന്യായവിധിക്കായിട്ട് ഒരുക്കി. Remember, so it may not look like no effect, but there was effect. പ്രഭാവമില്ലാത്തതുപോലെ കാണപ്പെടാം, എന്നാൽ പ്രഭാവം ഉണ്ടായിരുന്നു. God used him ദൈവം തന്നെ to show ഉപയോഗിച്ചു. that the world is totally ഈ wrong. ലോകം തെറ്റായിരുന്നു എന്ന് And കാണിക്കുവാൻ prepared ദൈവം the ഉപയോഗിച്ചു. world for judgments of God. ദൈവത്തിന്റെ ന്യായവിധിക്കായിട്ട് ലോകത്തെ അവൻ ഒരുക്കി. Saints, one thing I want to say as I close. ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം There is വിശ്വന്മാരെ നിങ്ങളോട് always പറയുവാൻ the effect താല്പര്യപ്പെടുന്നു. of faithfulness. നിങ്ങളുടെ ജീവിതത്തിലുള്ള വിശ്വസ്തതയ്ക്ക് ഒരു There പ്രഭാവമുണ്ട്. is always effect of your faithfulness to God. ദൈവത്തോടുള്ള നിങ്ങളുടെ വിശ്വസ്തതയ്ക്ക് ഒരു പ്രഭാവം തീർച്ചയായിട്ടും ഉണ്ടാകും. It is not ineffective. അത് ശക്തിഹീനമല്ല, It is never neutral. അതൊരിക്കലും Amen. ന്യൂനമായ ഒന്നല്ല. Your faithfulness to God's word will never be ineffective or neutral. അത് അശക്തമായതോ അത് വന്നിട്ട് ന്യൂട്രലായ ഒന്നായോ ഇരിക്കുകയില്ല. It does have an effect. അതിന്റെ പ്രഭാവമുണ്ട്. It does have an effect. അതിന്റെ പ്രഭാവം അതിനുണ്ട്. And therefore, we are not to shrink back. We need to believe and obey. അതുകൊണ്ട് നാം തീർച്ചയായിട്ടും കർത്താവിന്റെ വചനത്തെ വിശ്വസിച്ച് അനുസരിക്കണം. അതിന് ശക്തിയുണ്ട്. It is effective. അത് ഫലവത്താണ്, അത് പ്രഭാവമുള്ളതാണ്, അത് Noah's നിഷ്പക്ഷമാണ്. faith, നോഹയുടെ വിശ്വാസം, his obedience, his life prepared the world for judgment. തന്റെ അനുസരണം, തന്റെ ജീവിതം ലോകത്തെ ന്യായവിധിക്കായിട്ട് ഒരുക്കി. മറുഭാഗത്ത് His faith തന്റെ വിശ്വാസം, and his obedience തന്റെ അനുസരണം made an ark. ഒരു പെട്ടകത്തെ ഉളവാക്കി. Amen. An ark for the day of God's judgment. കർത്താവിന്റെ ന്യായവിധിയുടെ നാളിനായിട്ട് ഒരു പെട്ടകം താൻ പണിതു. Yes. The final separation. അന്തിമമായ ഒരു വേർപാട്. Everything that is of the ഈ ലോകത്തിലുള്ള സകലത്തിൽ നിന്നുള്ള അന്തിമമായ ഒരു വേർപാട്. So, though Noah's faith, obedience looked like had no effect for 120 years, നോഹയുടെ it had an effect. നോഹയുടെ വിശ്വാസത്തിനും അനുസരണത്തിനും ഒരു പ്രഭാവം ഇല്ലാത്തതുപോലെ 120 വർഷം കാണപ്പെട്ടുവെങ്കിലും ഒരു പ്രഭാവം It had ഉണ്ടായിരുന്നു. an effect.
അതിനൊരു പ്രഭാവം ഉണ്ടായിരുന്നു. We need to know faithfulness is always effective. വിശ്വസ്തത It is never new. എപ്പോഴും ഫലവത്തായതാണ്, ശക്തമായതാണ്. അത് ദൈവത്തിന്റെ ഉദ്ദേശത്തെ നിറവേറ്റും. On one side, അതിന് അതിന്റെ God ശക്തിയുണ്ട്. judged the whole world. ദൈവം ഈ ലോകത്തെ മുഴുവൻ ന്യായം വിധിച്ചു. മറുഭാഗത്ത് A ark was prepared. ഒരു പെട്ടകം ഒരുക്കപ്പെട്ടു. The obedience of Noah നോഹയുടെ അനുസരണം not only judged the world, ലോകത്തെ ന്യായം വിധിച്ചത് മാത്രമല്ല, but God's preservation of a people to inherit the new earth and new heaven. പുതിയ ആകാശത്തെയും ഭൂമിയെയും അവകാശമാക്കുന്നതിനായിട്ട് ഒരു ജനത്തെയും അത് Prolonged test of faith പരിരക്ഷിച്ചു. is a reality in this end time for his ഈ അന്ത്യനാളുകളിൽ സഭയ്ക്ക് നീണ്ട വിശ്വാസ ശോധന ഒരു The truth is, യാഥാർത്ഥ്യം തന്നെയാണ്. heard God. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ദൈവശബ്ദം കേട്ടു എന്നതാണ് I'd like to സത്യം. say, allow the plow. Amen. ആ കലപ്പ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുവാൻ അനുവദിക്കാം. Let us have the joy of life coming forth out of this seed. നമ്മുടെ ഹൃദയത്തിലേക്ക് വചനം കടന്നു വന്ന് ആ വചനം ജീവിതത്തെ ഉൽപ്പാദിപ്പിക്കട്ടെ. ആ സന്തോഷം നമുക്കുണ്ടായിരിക്കട്ടെ. Shall we all stand? നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. Thank the Lord for his word. ദൈവവചനത്തിനായി ദൈവത്തിന്